നമസ്കാരം. ആശാവർക്കർമാരുടെ സമരത്തിൽ സ്തംഭിച്ച നിയമസഭയും പ്രതിപക്ഷം സഭാതലത്തിൽ വിഷയം ഉന്നയിച്ചതോടെ സഭ സാക്ഷ്യം വഹിച്ചത് നാടകീയമായ രംഗങ്ങൾക്കാണ്. അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അവതരണാനുമതി നൽകിയില്ല. വാക്കൌട്ട് പ്രസംഗം നടത്തുന്നതിനിടെ സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ വലിയ തർക്കമുണ്ടായി. സ്പീക്കർ സർക്കാരിന്റെ കിങ്കിരനാണെന്ന് വി.ഡി. സതീശൻ വിമർശിക്കുകയും ചെയ്തു. ആശമാർക്ക് ഇത്ര കൊടുത്താൽ മതിയോ? ചർച്ചയിലേക്ക് സ്വാഗതം. ഈ ചർച്ചയിൽ ശ്രീ വി.പി. മുസ്തഫ CPM, ശ്രീ രാജു പി. നായർ കോൺഗ്രസ്, ശ്രീമതി എസ് മിനി AIUTUC, ശ്രീ വി.പി. പത്മനാഭൻ BJP എന്നിവർ. ആദ്യം ശ്രീ രാജു പി. നായർ. ഇനിയിപ്പോൾ പ്രതിപക്ഷം ഇങ്ങനെ ഒരു വിഷയം നിയമസഭയിൽ ഉന്നയിക്കുക വഴി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെയും അതുപോലെ തന്നെ കേരളത്തിലെ മുൻ സർക്കാരുകളുടെയും ഈ കാര്യത്തിലെ നിലപാടുകളും കൊടുത്തിരുന്ന ഇപ്പോഴും കൊടുക്കുന്നതുമായ ഓണറേറിയവും ആനുകൂല്യങ്ങളുമൊക്കെ വിശദീകരിക്കാൻ സർക്കാരിനൊരു അവസരം ഉണ്ടാവുകയാണോ ചെയ്തത്? അല്ല, വിശദീകരിച്ചാൽ സർക്കാരിൻ്റെ പൊള്ളത്തരം പുറത്തു വരികയല്ലേ ചെയ്യുന്നത്? വിശദീകരിക്കട്ടെ. വിശദീകരിക്കുമ്പോൾ സർക്കാരിൻ്റെ പൊള്ളത്തരം പുറത്തു വന്നു. ജാനുവരിയിലാണ് കർണാടകയിൽ ആശാവർക്കർമാരുടെ സമരം നടന്നത്. കർണാടകയിൽ ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്. അവിടെ 5000 രൂപയാണ് അവർക്ക് നേരത്തെ സംസ്ഥാന സർക്കാരിന് ലഭിച്ചുകൊണ്ടിരുന്നത്. ആ സമരം ജാനുവരി അവസാനം, എനിക്ക് തോന്നുന്നു 2024 കണ്ടുമാണ്, എന്താണ് ഒത്തുതീർപ്പാവുന്നത്. എത്ര ദിവസം? ഒരാഴ്ചയ്ക്ക് താഴെയുള്ള സമരത്തിനകത്ത് അത് 10000 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ സമരം ഒത്തുതീർപ്പാക്കുകയായിരുന്നില്ലേ? സിക്കിം 6000-ൽ കൂടുതലാണ് കൊടുക്കുന്നത് എന്നുള്ളത് പറഞ്ഞില്ലേ? ഇനി അതിനേക്കാളെല്ലാം അപ്പുറം ഇവിടെ ഇന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ച പോലെ കേരളത്തിൽ ഈ ആശാവർക്കർമാരെ ഉപയോഗിച്ച് നടത്തുന്ന അത്രയും പ്രവർത്തനം മറ്റേതെങ്കിലും സംസ്ഥാനം നടത്തുന്നുണ്ടോ? ഇത് തുടങ്ങിയത് വോളണ്ടറി പ്രവർത്തനമായിട്ട്, സന്നദ്ധ പ്രവർത്തനമായിട്ടാണ് തുടങ്ങിയത്. നമ്മുടെ കേരളത്തിൽ ഇന്ന് അതിനെ നമ്മുടെ ആരോഗ്യരംഗം ഏറ്റവും ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിന് ഗർഭസ്ഥ സ്ത്രീകളുടെ ആരോഗ്യ പരിചരണം ഉൾപ്പെടെ മറ്റേ എന്താ പറയുക, ഈ പകർച്ചവ്യാധികൾ തടയുന്നതുൾപ്പെടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ പോലും ആശകളെ നമ്മൾ ഉപയോഗിക്കുകയാണ്. സർക്കാരിൻ്റെ മുഴുവൻ വിവരശേഖരണം നടത്തുന്നത് അവരാണ്. ഇന്ന് ഒരു മരണം സംഭവിച്ചാൽ, പ്രായമായവരുടെ ഒരു മരണം സംഭവിച്ചാൽ ആശ ചെന്ന് ആ മരണം സർട്ടിഫൈ ചെയ്താൽ പോലും അതിന് ഒരു ലീഗൽ സാങ്ക്ടിറ്റിയുള്ള കാലമായിട്ട് മാറിയിരിക്കുന്നു. അവർക്ക് രാത്രിയും പകലും ഇല്ലാത്ത രീതിയിൽ അവരെ സമരം ചെയ്യാൻ. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഈ സമരത്തിൽ ഇവർ ഉന്നയിക്കുന്ന ആവശ്യം അവരായിട്ട് കണ്ടുപിടിച്ചതല്ലല്ലോ. 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ പ്രകടന പത്രികയിൽ ഒരു ദിവസം 700 രൂപ വെച്ച് ഇവർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന് എഴുതി വെച്ചത് ഈ സർക്കാരല്ലേ, ഈ പാർട്ടിയല്ലേ? അവർ ഈ പാർട്ടിയെ വിശ്വസിച്ചുകൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒച്ച ഉയർത്തിയാൽ, ശബ്ദമുണ്ടാക്കിയാൽ ഈ സർക്കാർ കേൾക്കുമെന്ന് അവർക്ക് തോന്നലുണ്ടാക്കിയത് ഈ പാർട്ടിയുടെ വാഗ്ദാനമല്ലേ? സ്വന്തം വാഗ്ദാനം ഇങ്ങനെ തള്ളിപ്പറയാമോ CPM? ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എളമരം കരീം 2014 ഇത് 10000 രൂപയാക്കി വർദ്ധിപ്പിക്കണം എന്ന് കേരളത്തിൻ്റെ നിയമസഭയിൽ തന്നെ ഉന്നയിച്ച ആവശ്യം അവിടെ നിൽക്കട്ടെ. ഇത്രമാത്രം ഇരട്ടത്തപ്പ് കാണിക്കാം. അഭിലാഷ്, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്തറിയോ? ഇവരുടെ ദുഷിച്ച മനസ്ഥിതിയാണ്. CITU എന്ന് പറയുന്ന തൊഴിലാളി സംഘടനയ്ക്കപ്പുറത്ത് ആശാ വർക്കർമാരിലോ മറ്റേതെങ്കിലും ആയിക്കോട്ടെ, അതിനപ്പുറത്ത് ഒരു സംഘടന ഉയർന്നു വന്ന് അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടി അത് വിജയിച്ചാൽ അത് CITUവിനെ സംബന്ധിച്ചോളം വലിയ ക്ഷീണമാകും എന്നുള്ള രാഷ്ട്രീയ പ്രശ്നത്തിനപ്പുറം ഈ സമരത്തെ തള്ളിപ്പറയാൻ CITUവിന് എന്ത് കാരണമാണുള്ളത്? CITU കാലാകാലങ്ങളിലെല്ലാം ആശാപ്രവർത്തകർക്ക് വേണ്ടി നടത്തിയിട്ടുള്ള സംഘടനാ പ്രവർത്തനവും സമരവും ഉൾപ്പെടെയെല്ലാം ഇന്ന് അവർ ഉന്നയിക്കുന്ന ആവശ്യത്തിന് വിരുദ്ധമായിരുന്നോ? അല്ല. അപ്പം എന്താ പ്രശ്നം? പ്രശ്നം ഇവരെ സംബന്ധിച്ചിടത്തോളം ആ ആശാ വർക്കർമാരിൽ ഇവർക്കുണ്ടാവുന്ന മേധാവിത്വം, ആ മേധാവിത്വം ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ പാദസേവ ചെയ്യുന്ന രീതിയിലേക്ക് CITUവും അതിൻ്റെ നേതൃത്വവും മാറിയപ്പോൾ അവകാശ സംരക്ഷണത്തിന് വേണ്ടി, ആ അവകാശത്തിന് വേണ്ടിയുള്ള മുദ്രാവാക്യവുമായി അവർ CITUവിന് പുറത്തൊരു സംഘടന വരുന്നു. ആ സംഘടന ഈ ആവശ്യമായി നേടിയെടുത്താൽ ഇവരെ അപ്രസക്തമായി പോകുന്നുള്ള രാഷ്ട്രീയമായ പ്രശ്നത്തിനപ്പുറം ആശാ വർക്കർമാർ ഉന്നയിക്കുന്ന ആവശ്യത്തോട് ഇവർക്ക് മുഖം തിരിഞ്ഞ് നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് ഇവരുടെ തന്നെ വാക്കുകൾ തെളിയിക്കല്ലേ. പിന്നെ സർക്കാർ കള്ളത്തരം സമരം ചെയ്യുന്ന അതേ ആവശ്യങ്ങൾ തന്നെയാണ് CITUവും ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് താങ്കൾ പറഞ്ഞതുപോലെ ഈ സമരത്തിന്റെ കോസിനോട് ഏതെങ്കിലും തരത്തിൽ എതിര് നിൽക്കാൻ സർക്കാരിന് കഴിയില്ല. അപ്പോൾ പിന്നെ എന്താണ് പ്രശ്നം? ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ വി.പി. മുസ്തഫ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2021 2021
ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച പ്രകടന പത്രികയുടെ 45ാമത്തെ ഐറ്റം സാമൂഹ്യ പെൻഷനുകൾ ഘട്ടം ഘട്ടമായി 2500 രൂപയായി ഉയർത്തും. അങ്കണവാടി, ആശ, റിസോഴ്സ് അധ്യാപകർ, പാചക തൊഴിലാളികൾ തുടങ്ങി എല്ലാ സ്കീം വർക്കേഴ്സിന്റെയും ആനുകൂല്യങ്ങൾ കാലോചിതമായി ഉയർത്തും. മിനിമം കൂലി 700 രൂപയാക്കും തുടങ്ങിയവയാണ്. അപ്പോൾ ആശാ വർക്കർമാരുടെ, എല്ലാ സ്കീം വർക്കർമാരുടെയും വേതനം ഉയർത്തും എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 4 കൊല്ലം മുൻപ് ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച വാഗ്ദാനമാണ്. നിങ്ങൾ പറഞ്ഞത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആദ്യം പറയേണ്ടത്. അതിനുവേണ്ടിയാണ് ഈ ആശാ വർക്കർമാർ സമരം ചെയ്യുന്നത്. ശ്രീ VPP മുസ്തഫ. കേൾക്കുന്നില്ല. അഭിലാഷ് കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കഴിഞ്ഞ 8 വർഷവും വളരെ മാതൃകാപരമായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചു വരുന്നത്. പ്രകടന പത്രികയിൽ നൽകുന്ന വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്തെ വെറും നേരം പോക്കല്ല, അത് നടപ്പിലാക്കാനുള്ളതാണ് എന്ന കൃത്യമായ തിരിച്ചറിവോടുകൂടി അതൊരു പ്രാക്ടീസായിട്ട് അങ്ങനെ നൽകിയ വാഗ്ദാനം നടപ്പിലാക്കുക, അത് വളരെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് പോരുന്ന ഒരു ഗവൺമെൻറ്റാണ്. അതിൽ യാതൊരു തർക്കവും വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ അത് നേരത്തെയും കണ്ടിട്ടുണ്ട്, ഇനിയും നമുക്കത് കാണാൻ വേണ്ടി കഴിയും. നമ്മുടെ മുന്നിൽ കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ ഇപ്പോഴത്തെ സ്ഥിതി നേരത്തെ അഭിലാഷ് ഉൾപ്പെടെ നമ്മൾ ഈ ഫ്ലോറിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് പല സന്ദർഭങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് 2021 എഴുതി വെച്ചിട്ടുള്ള വാഗ്ദാനങ്ങളെല്ലാം പൂർണ്ണമായ അർത്ഥത്തിൽ അതേ തുകയിലേക്ക് എത്തിയിട്ടില്ല. സ്വാഭാവികമായിട്ടും 2021 ഈ പ്രകടന പത്രിക ഇറങ്ങിയതിന് ശേഷം 1 രൂപ പോലും കൂട്ടിയിട്ടില്ല. ഇപ്പൊ ക്ഷേമ പെൻഷൻ ആവട്ടെ, മറ്റ് ഈ പറഞ്ഞ വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളാവട്ടെ, 2021 ശേഷം ഇപ്പോൾ ഇത് 4ാമത്തെ കൊല്ലമാണ്, 5ാമത്തെ കൊല്ലത്തിലേക്ക് കടക്കുന്നു. 4 കൊല്ലം കഴിഞ്ഞു, 1 രൂപ പോലും കൂടിയിട്ടില്ല. ഫെബ്രുവരി 7-ാം തീയതി ബജറ്റ് അവതരിപ്പിച്ച് അതിനുശേഷം ധനകാര്യ വകുപ്പ് മന്ത്രി സഖാവ് KN ബാലഗോപാൽ, നിങ്ങൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു, ആ മാധ്യമ സമ്മേളനത്തിൽ അദ്ദേഹത്തോട് ഈ ചോദ്യങ്ങൾ വന്നിരുന്നു. എന്തുകൊണ്ടാണ് ക്ഷേമ പെൻഷൻ ഏറ്റവും പ്രധാനപ്പെട്ട LDF ഗവൺമെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട നേട്ടം അതാണല്ലോ, അത് പ്രതിമാസം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത്. എന്തുകൊണ്ടാണ് പ്രതീക്ഷിച്ചതുപോലെ ഒരു 100 രൂപയുടെ പോലും വർധന 1600 എന്നുള്ളത് വർദ്ധിച്ചില്ല എന്നുള്ളത് അദ്ദേഹം അവിടെ പറഞ്ഞല്ലോ. ഈ ബജറ്റിലൂടെ സംസ്ഥാനത്തിന്റെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയുടെ കൃത്യമായ ചിത്രം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് നൽകുക എന്നുള്ളതാണ്. അത് തന്നെ ചില മാസങ്ങളിൽ ഇടക്ക് മുടങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ട് അത് കൃത്യമായിട്ട് കൊടുക്കുന്നതിനുള്ള സംവിധാനം ആദ്യം ഉണ്ടാക്കുക. വെറുതെ വീൺവാക്കുകൾ പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ, കൊടുക്കാൻ വേണ്ടി തന്നെ കഴിയണം. ഇപ്പൊ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതിയിൽ നേരത്തെ 2021 പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ എല്ലാ നിരക്കുകളും വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. എന്നാൽ അതിനുശേഷം നിലവിൽ കൊടുക്കുന്നത് തന്നെ ചില മാസങ്ങളിൽ മുടങ്ങുന്ന സ്ഥിതി ഉണ്ടായി. അതുകൊണ്ട് അത് പരിഹരിക്കുക. അതിലിപ്പോ ഞങ്ങൾ ലക്ഷ്യം കൈവരിച്ചിരിക്കുന്നു. ക്ഷേമ പെൻഷൻ ഇപ്പൊ 1 വർഷമായിട്ട് മുടങ്ങുന്നില്ല. ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, പിന്നെ ഞങ്ങൾ എങ്ങനെ കൊടുക്കും എന്നുള്ളതൊരു സർക്കാരിന് പറയാൻ പറ്റുന്ന മറുപടിയാണോ? ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, ഞങ്ങൾക്ക് ഇപ്പോൾ കൊടുക്കാൻ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, ഇപ്പൊ കൊടുക്കുന്നതെങ്കിലും എങ്ങനെയെങ്കിലും കൊടുത്തോട്ടെ എന്നുള്ളതാണെങ്കിൽ ഇപ്പൊ ഈ സമരം തുടങ്ങി ശേഷമാണ് ഇപ്പോൾ 3 ഗഡുക്കൾ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് കാണണം. അപ്പോൾ സമരത്തിന് മുൻപ് കുടിശ്ശികയായിരുന്നു, കുടിശ്ശിക തീർക്കാനെങ്കിലും തയ്യാറായത് ഈ സമരത്തെ തുടർന്നാണ് എന്ന വസ്തുത അവിടെ നിൽക്കുന്നു. അപ്പോൾ ഓരോ ജനവിഭാഗത്തിനും കുടിശ്ശികയായി ഇപ്പോൾ കിട്ടുന്നതെങ്കിലും കിട്ടണമെങ്കിൽ സമരം ചെയ്യണം. 1 രൂപ കൂടുതൽ കൊടുക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ പൈസയും ഇല്ല എന്നുള്ളതാണെങ്കിൽ ജനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഇതിനെയൊക്കെ സർക്കാരിന് മറ്റു കാരണങ്ങളൊക്കെ ഉണ്ടാവും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അല്ല, അത് ജനത്തിന് കൃത്യമായിട്ട് അവിടെയാണ് അഭിലാഷെ കാണേണ്ടത്. ജനത്തിന് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. 2011-16 കാലത്ത് ഇതൊന്നും തീരെ കിട്ടിയിരുന്നില്ല. കുടിശ്ശികയാക്കി വെച്ചാൽ പോലും കൊടുക്കുമായിരുന്നില്ല, സമരം ചെയ്താലും കിട്ടുമായിരുന്നില്ല. എന്നാൽ ഇന്നിപ്പോ കുടിശ്ശികയാകുന്നു 1-2 മാസം, ഏറ്റവും കൂടിയാൽ പഴയതുപോലെ 18 മാസമോ 12 മാസമോ കുടിശ്ശികയാകുന്നില്ല. അതിപ്പോ ചെറിയ മാസങ്ങൾ കുടിശ്ശികയാകുന്നു, ഉടനെ കൊടുക്കാൻ കഴിയുന്നു. ഇന്നത്തെ ദിവസം ഒരു പ്രഖ്യാപനം വന്നല്ലോ അഭിലാഷേ, KSRTC-യിൽ എത്ര തവണ നമ്മൾ ചർച്ച ചെയ്തതാ ശമ്പളം മുടങ്ങുന്ന കാര്യം. അത് തന്നെ പലപ്പോഴും 2 ഗഡു ആകുന്നു, പല ദിവസങ്ങൾ വൈകുന്നു. ഇന്ന് കുറെ മാസങ്ങൾക്ക് ശേഷം KSRTC-യിൽ
ഇന്ന് ഈ മാസം മുതൽ ആദ്യത്തെ ദിവസം തന്നെ മാസാദ്യം തന്നെ ശമ്പളം കൊടുക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ സർക്കാരിന്റെ കൃത്യമായ സാമ്പത്തിക അച്ചടക്കത്തിലൂടെയും വരുമാന വർധനവ് കേന്ദ്ര സർക്കാർ അവഗണിക്കുമ്പോഴും നമ്മുടെ തനത് വരുമാനത്തിലെ വർധനവ് ഉപയോഗിച്ച് ഓരോ മേഖലയിലെയും വരുമാനം വർദ്ധിപ്പിച്ച് അതത് മേഖലയിൽ തൊഴിലെടുക്കുന്ന ഈ തൊഴിലാളികളെ ചേർത്ത് പിടിക്കുക എന്ന സമീപനത്തിലേക്ക് അതാണ് സർക്കാരിന്റെ വിശദീകരണം. ഞാൻ അടുത്ത ഘട്ടത്തിൽ താങ്കളിലേക്ക് വരാം. വരുമ്പോഴാണ് ശരി ശ്രീമതി എസ് മിനി, ഇപ്പോ 6000 എന്ന സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന 7000 എന്ന സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന ഓണറേറിയം ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ മികച്ച സംഖ്യകളിൽ ഒന്നാണ്. ഇപ്പോഴാണ് സമരത്തെ തുടർന്നാണ് കർണാടക 10,000 ആക്കാൻ തീരുമാനിച്ചത്. ഏപ്രിൽ മുതലാണ് കൊടുത്തു തുടങ്ങുക വാർത്താ റിപ്പോർട്ടുകൾ അനുസരിച്ച്. ഞാൻ അങ്ങയിലേക്ക് വരാം. സിക്കിം 10,000 ആക്കി പ്രഖ്യാപിച്ചിരുന്നു. അത് നടപ്പാക്കിയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ആരോഗ്യമന്ത്രി പറയുന്നത് അവിടുത്തെ രേഖ അനുസരിച്ച് അത് ഇപ്പോഴും 6000 ആണ് എന്നുള്ളതാണ്. എന്തായാലും സിക്കിമിൽ ഏതാണ്ട് 750 ചില്ലറ ആശാപ്രവർത്തകരേ ഉള്ളൂ. കേരളത്തിലേതുപോലെയുള്ള വലിയ നമ്പർ അവിടെ ഇല്ല. ചെറിയ സംസ്ഥാനമാണ് സിക്കിം, ചെറിയ നമ്പറേ ഉള്ളൂ. ഇവിടുത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കേന്ദ്ര സ്കീമാണ്, സെൻട്രൽ സ്കീമാണ്. അവിടെ NHMന്റെ നടത്തിപ്പ് ഏജൻസി കേരളമായതുകൊണ്ട് ഓണറേറിയം കൊടുക്കുന്നത് കേരളമാണ്. പക്ഷേ ഈ ഫിക്സഡ് ഇൻസെൻറ്റീവ് ഉണ്ടല്ലോ, കേന്ദ്ര സർക്കാരിൻ്റെ ഫിക്സഡ് ഇൻസെൻറ്റീവ്, അത് വർദ്ധിപ്പിക്കണം. അത് വർദ്ധിപ്പിച്ചാൽ ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ ആശാ വർക്കേഴ്സിനും പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ ഫിക്സഡ് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണം, അത് കാലോചിതമായി പുതുക്കണം, മാന്യമായ വേതനം ഈ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെടാത്തത്? ആദ്യം തന്നെ പറയട്ടെ, ഞാൻ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ സമരത്തിലാണ്. ഞങ്ങൾ 2 തവണ പാർലമെൻറ്റ് മാർച്ച് നടത്തിയിരുന്നു. 2019 കോവിഡിന് മുമ്പ് നടത്തിയ മാർച്ചിനെ തുടർന്നാണ് ഫിക്സഡ് ഇൻസെൻറ്റീവ് എന്ന് പറയുന്ന 2000 രൂപയുടെ ഒരു തുക തന്നെ അനുവദിക്കുന്നത്. അതുവരെ അങ്ങനെ ഒരു ഇൻസെൻറ്റീവ് ഇല്ല, വേരിയബിൾ ഇൻസെൻറ്റീവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും അത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഈ വേരിയബിൾ ഇൻസെൻറ്റീവിൻ്റെ നിരക്കും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത്, സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിൻ്റെ ഒരു ജീവിത നിലവാര സൂചിക വെച്ച് 232 രൂപയ്ക്ക് ഒരു കുടുംബം ജീവിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ്. അത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ? നിങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ മാതിരി 700 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചു. എങ്ങനെയാണ്? കോവിഡ് കാലത്ത് ആശാ വർക്കർമാർ നടത്തിയ അനിതര സാധാരണമായൊരു പ്രവർത്തനത്തെ മുൻനിർത്തിക്കൊണ്ട് കോവിഡ് വാരിയേഴ്സ് എന്ന് പറഞ്ഞൊരു ബഹുമതി കൊടുത്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് സമയത്ത് ഇവരെയൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുമായിരുന്നു. അതുതന്നെയാണ് തീർച്ചയായിട്ടും രണ്ടാം ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരടിത്തറയായി പ്രവർത്തിച്ചത്. പക്ഷേ ഇപ്പോൾ പറയുന്നു കിട്ടിയാൽ തരാമെന്ന്. പക്ഷേ ഞങ്ങൾക്ക് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ഞങ്ങൾ സമരം ചെയ്തു തുടങ്ങി 23 ദിവസമാണ്. നിങ്ങൾ KSRTCക്കാർക്ക് 1-ാം തീയതി കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് ഞങ്ങൾ ആ സമരമുഖത്ത് കാണുന്നുണ്ട്. KSRTC തൊഴിലാളികൾ ഞങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്നു. ഒരു സമരത്തിന് അവർ തയ്യാറെടുത്താൽ ഈ കേരളം വലിയൊരു പ്രക്ഷോഭവേദിയാവുമെന്നും നിങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അവിടുത്തെ തൊഴിലാളികളെ പിടിച്ചു നിർത്തുവാൻ, ഈ സമരം നൽകുന്നൊരു ആവേശത്തെ നിങ്ങൾക്ക് തടഞ്ഞു നിർത്താൻ നിങ്ങളിന്ന് അവർക്ക് കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു. അതൊരു വലിയൊരു അച്ചീവ്മെൻ്റായിട്ട്, വലിയൊരു നേട്ടമായിട്ട് ഞങ്ങൾ കാണുകയാണ്. ഇപ്പോൾ വിഷയം 232 രൂപയ്ക്ക് ജീവിക്കണോ വേണ്ടോ? കേരള സംസ്ഥാന സർക്കാർ പറയുക, നിങ്ങൾ പണമില്ലാത്തതിൻ്റെ പരാധീനതകൾ പറയുന്നുണ്ട്. ഞങ്ങൾ ഈ സമരം എഴുന്നതിന് ശേഷമാണല്ലോ എല്ലാവർക്കും നിങ്ങൾ പണം കൊടുത്തത്. നിങ്ങൾ പിന്നെ ആരാണ് ആവശ്യപ്പെട്ടത്? ഇവിടെ നമ്മുടെ എന്താണ് PSC അംഗങ്ങൾക്ക് തുക ആവശ്യപ്പെട്ടത്, വർധനവ് ആവശ്യപ്പെട്ടത് എവിടെയാണ്? ഈ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കൊണ്ട് തരാൻ വേണ്ടിയിട്ടാണല്ലോ ഒരു മാന്യ അദ്ദേഹത്തെ അവിടെ വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് നിങ്ങൾ 11 ലക്ഷം രൂപ യാത്രാബത്ത അനുവദിച്ചു കൊടുത്തല്ലോ. പിന്നെ നിയമസഭയിൽ കള്ളങ്ങൾ പറയുന്നു. എത്രയോ ദിവസമായി, 22 ദിവസമായി കേരളത്തിൻ്റെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്ന നേതാക്കളും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളും എന്തിന് നിയമസഭയിലടക്കം കള്ളം പറയുന്നു. ഡീൻ കുര്യാക്കോസിന് ഓഗസ്റ്റ് 2-ന് 24 ഓഗസ്റ്റ് 2-ന് കേന്ദ്ര ആരോഗ്യമന്ത്രി നൽകിയ മറുപടിയിൽ പറയുന്നു, സിക്കിം സംസ്ഥാനത്ത് 10,000 രൂപ ഓണറേറിയം കൊടുക്കും, 6,000 എന്നുള്ളത് വർദ്ധിപ്പിച്ച് കൊടുക്കുന്നു. അവിടെ എത്ര ആശാവർക്കർമാർ ഉണ്ടെന്നുള്ളതല്ല പ്രശ്നം, അവിടെ ഒരു ആശാവർക്കർക്ക് എത്ര രൂപ കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ കേരളമാണ് നമ്പർ 1 എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കേരളത്തിലുള്ള ആളുകളെയൊക്കെ നിങ്ങൾ മണ്ടന്മാരാക്കണം. ദേവിയത് നിങ്ങൾ നിയമസഭയിൽ ചെന്ന് കള്ളം പറയരുത്. എന്തെല്ലാം കള്ളം പറയുന്നു. ആശാവർക്കറെ പിരിച്ചുവിടാൻ ഉത്തരവില്ല, മരവിപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചില ആളുകൾ ഇങ്ങനെ നടന്ന് പറയുകയാണ്, ഉത്തരവുണ്ട് ഏതൊക്കെ സാഹചര്യത്തിൽ ആശാവർക്കറെ പിരിച്ചുവിടാം. 62 വയസ്സ് പൂർത്തിയായാൽ ഒരു 10 പൈസയും കൊടുക്കാതെ പിരിച്ചുവിടാം. രണ്ടെന്താണ്, ആശാവർക്കറായിരിക്കുന്ന ആൾ മറ്റൊരു തൊഴിലിന് പോകാല്ല. 232 രൂപയ്ക്ക് ഇപ്പോഴാണ് 7,000 രൂപയായത്. ഈ 232 രൂപയ്ക്ക് ജീവിച്ചോണം. നിങ്ങൾ മറ്റെന്തെങ്കിലും ഒരു പണിക്ക് പോയി നിങ്ങൾ കുടുംബം പുലർത്താൻ ശ്രമിച്ചാൽ ഈ തൊഴിൽ നിങ്ങൾ പുറത്താകും.
അതിൽ ആരോഗ്യമന്ത്രി സഭയിൽ വിശദീകരിച്ചത് 1500-ലധികം പേർ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ പങ്കെടുക്കുന്നു, 700-ലധികം ആളുകൾ ജനപ്രതിനിധികളാണ്, അതിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും ഉണ്ട് എന്നുള്ളതാണ്. കൊടുത്തു ഇളവ് കൊടുത്തു. എന്താണ് കാരണം? ബഹുഭൂരിപക്ഷം ജനപ്രതിനിധികളും LDFിൻ്റെ ജനപ്രതിനിധികളായതുകൊണ്ട് അവർക്ക് 2 ഓണറേറിയം കൈപ്പറ്റാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഈ രീതിയിൽ കള്ളം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ച എന്തായിരുന്നു? പിരിച്ചുവിടാനൊരു ഉത്തരവില്ല, അത് മരവിപ്പിച്ചിരിക്കുകയാണെന്ന്. പക്ഷേ NHM കൊടുത്ത ഉത്തരവ് കാണിക്കുന്നു. നിങ്ങൾ വിരമിക്കൽ ആനുകൂല്യത്തെക്കുറിച്ച് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. 62 വയസ്സാകുമ്പോൾ പിരിഞ്ഞു പോകുന്ന ഒരു സ്ത്രീ എങ്ങനെയാണ് അവരുടെ ശിഷ്ടകാലം ജീവിക്കേണ്ടത്? അതിന് ഉദാഹരണങ്ങൾ ഞങ്ങൾ പറഞ്ഞു. എന്താണ് പശ്ചിമ ബംഗാളിൻ്റെ ഓർഡറിനെ കുറിച്ച് പറഞ്ഞു. അപ്പം നിലവിലുള്ള ഉത്തരവുകളൊന്നും അവർക്ക് കാണണ്ട, ഇല്ലാത്ത കാര്യങ്ങളെ കൂട്ടുപിടിച്ച് ചർച്ചകൾ വഴിതെറ്റിച്ചുകൊണ്ട് അവിടെ 5 ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആർക്കാണ്? 60 മുതൽ 65 വയസ്സ് പ്രായത്തിനിടയിൽ പിരിഞ്ഞു പോകുന്ന ആർക്കും 65 വയസ്സ് വരെ അവർക്ക് പ്രവർത്തിക്കാം. അത് 60 വയസ്സിൽ ഒരാൾക്ക് പിരിഞ്ഞു പോയാലും അവർക്കും 5 ലക്ഷം രൂപ കൊടുക്കണം. പിന്നെയും ധാരാളം ഇളവുകളുണ്ട്. എല്ലാ മാസവും എല്ലാ വർഷവും 1000 രൂപ ഏത് ഗവൺമെൻറ് മാറി വന്നാലും അവർക്ക് 1000 രൂപ വെച്ചൊരു സ്ഥിര വർധനവുണ്ടാകും. അവർക്ക് പൂജ നമ്മുടെ ഓണം പോലെയുള്ള പൂജ സമയത്ത് 5000 രൂപ അവർക്ക് ഫെസ്റ്റിവൽ അലവൻസ് ഉണ്ട്. ഇതൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളമാണ് നമ്പർ 1 എന്ന് പറയുമ്പോൾ പൊട്ടന്മാരാക്കരുതാണ്. ശരി, ഓക്കെ, അതാണ് ഇവിടെ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന് പറയാനുള്ളത്. ശ്രീ VP ശ്രീപത്മനാഭൻ ഇവിടെ സൂചിപ്പിച്ച ഡോക്യുമെന്റ്, അതായത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഡീൻ കുര്യാക്കോസിന്റെ ചോദ്യത്തിന് മറുപടിയായി വിവിധ സംസ്ഥാനങ്ങൾ ആശാ വർക്കർമാർക്ക് വേണ്ടി മുടക്കുന്ന പണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലിപ്പോൾ കേരളം, സിക്കിം പോലെയുള്ള സംസ്ഥാനങ്ങൾ 6000-ന് മുകളിൽ മുടക്കുമ്പോൾ നോക്കൂ, ഇപ്പോൾ ഗുജറാത്ത് പ്രധാനമന്ത്രിയുടെ സ്വന്തം സംസ്ഥാനം, അവിടെ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇൻസെൻറ്റീവിന് പുറമെ ആ ഇൻസെൻറ്റീവിൻ്റെ 50% സംസ്ഥാന സർക്കാർ കൂടി കൊടുക്കും. വളരെ തുച്ഛമായ തുകയാണ്. ഉത്തർപ്രദേശ് നോക്കൂ, ഈ സെൻട്രൽ ഇൻസെൻറ്റീവിൻ്റെ കൂടെ പിന്നെ ഒരു 1500 രൂപ ആ സംസ്ഥാനം കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ ഇന്ത്യയിലെ വലിയ സംസ്ഥാനങ്ങളുടെയൊക്കെ കാര്യം പരിഗണിച്ചാൽ കേരളം ഇക്കാര്യത്തിൽ നമ്പർ 1 ആണോ 2 ആണോ എന്നുള്ള തർക്കം അവിടെ നിൽക്കട്ടെ, ബെറ്ററാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, ഇതിപ്പോൾ രാജ്യവ്യാപകമായ പ്രശ്നമാണ്. ആശാ വർക്കർമാർ കൂടുതൽ വേതനം അർഹിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. എന്തുകൊണ്ടാണ് ഈ കേന്ദ്രത്തിന്റെ ഫിക്സഡ് ഇൻസെന്റീവ് ഉയർത്തി മാന്യമായൊരു തുക ഇൻസെന്റീവ് ബാക്കി സംസ്ഥാനങ്ങൾ മുടക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് പോവാത്തത്? അല്ല, അത് ഞാനിപ്പം അതിൻ്റെ ബഡ്ജറ്റ് അലോക്കേഷനെ പറ്റി പറയാം. 2024 തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിരുന്ന NHMൻ്റെ ബഡ്ജറ്റ് അലോക്കേഷൻ 36,000 കോടി രൂപയാണ്. അത് ഇലക്ഷൻ കഴിഞ്ഞ് ജൂലൈ ബഡ്ജറ്റ്. 2025 ഫെബ്രുവരി മാസം 1-ാം തീയതി ബഡ്ജറ്റിൽ അത് 37,226.92 കോടി രൂപയാണ്. അപ്പോൾ ഇതാണ് ടോട്ടൽ അലോക്കേഷൻ. ആ ടോട്ടൽ അലോക്കേഷനിൽ നിന്നും ഓരോ സംസ്ഥാനത്തിന് ആവശ്യമായ തുക എത്രയാണ് എന്ന് ആ സംസ്ഥാനത്തിൻ്റെ റിക്വയർമെൻറ്റ് പോസ്റ്റ് ബൈ ദി സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മിനി പറഞ്ഞല്ലോ ഡീൻ കുര്യാക്കോസിൻ്റെ ചോദ്യം. ആ ചോദ്യം 7/2/25 വീണ്ടും ആവർത്തിച്ചിരുന്നു G. കുമാരൻ നായക് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ കർണാടകയിലെ രായ്ചൂർ എന്നുള്ള MP-യുടെ. അപ്പോൾ അന്നും അതാ മറുപടി കൊടുത്തത്. ഓരോ സംസ്ഥാനവും ആവശ്യപ്പെടുക, അതായത് അവരുടെ റിക്വയർമെൻറ്റ് പോസ്റ്റ്, ആ വാക്കതാണ്, അവർ പറഞ്ഞതനുസരിച്ചുള്ള തുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ നിശ്ചയിച്ചിട്ട് അതിൻ്റെ 60% കേന്ദ്രം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഈ ഓരോ സംസ്ഥാനത്തിന് എത്ര തുക വേണമെന്ന് 2 കൂട്ടരും കൂടി ചർച്ച ചെയ്തിട്ടാണ് നിശ്ചയിക്കുന്നത്. ഞങ്ങൾക്ക് ഇത്ര ആശാ വർക്കർമാരുണ്ട്, ഇത്ര അങ്കണവാടിയുണ്ട്, ഞങ്ങളുടെ മറ്റ് ചെലവുകൾ ഇത്രയാണ്, അപ്പോൾ അത് ഏതാണ്ട് ഇത്രയാണെന്ന് കണ്ടെത്തി അതിൻ്റെ 60%. ഇപ്പോൾ ഈ ടോട്ടൽ ബഡ്ജറ്റ് അലോക്കേഷൻ ഉയർത്തണോ എന്നാണ് അഭിലാഷിൻ്റെ ചോദ്യമെങ്കിൽ ഉയർത്തണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം, BJPയുടെ അഭിപ്രായം. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അടിസ്ഥാനപരമായ ആരോഗ്യ പ്രവർത്തനം നടത്തുന്ന ആശാ വർക്കർമാരുടെ സേവന വേതന വ്യവസ്ഥകളിൽ മാറ്റം വരുത്തണം. അത് കാലാനുസൃതമായി പരിഷ്കരിക്കണം. ഇന്ന് കൊടുക്കുന്നതിൽ നിന്നും വളരെ കൂടുതൽ കൊടുക്കാൻ സാധിക്കണം. ആന്ധ്രാപ്രദേശ് ഇപ്പോൾ ഇവർ പറഞ്ഞ ഇന്നും മന്ത്രിയും അത് പറഞ്ഞിട്ടില്ല. ഇവരിങ്ങനെ നുണ പറയരുത്. എനിക്ക് മിനി പറഞ്ഞ അതേ അഭിപ്രായമാണ്. ആന്ധ്രാപ്രദേശ് 10,000 രൂപ കൊടുക്കുന്നുണ്ട്, സിക്കിം 10,000 രൂപ കൊടുക്കുന്നുണ്ട്, വേറെ ചില സംസ്ഥാനങ്ങൾ കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ. പക്ഷേ ചില സംസ്ഥാനങ്ങളിൽ മോശമാണ്. താങ്കൾ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു. അത് വർദ്ധിപ്പിക്കണം. അത് വർദ്ധിപ്പിച്ചിട്ട് എല്ലാ സംസ്ഥാനത്തും ഒരേപോലെ കൊടുക്കാൻ സാധ്യമല്ല. കാരണം ഓരോ സംസ്ഥാനത്തെയും ജീവിത വില സൂചികയ്ക്കനുസരിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിക്ക് വരെ കേരളമല്ല 1-ാം സ്ഥാനത്ത്, ഹരിയാനയാണ് 1-ാം സ്ഥാനത്ത്. ഹരിയാനയിലാണ് ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് വേതനം കൊടുക്കുന്ന സംസ്ഥാനം. അവിടുത്തെ ജീവിത വില സൂചികയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വലുത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓരോ സംസ്ഥാനത്തിൻ്റെയും ജീവിത വില സൂചിക അനുസരിച്ച് നമുക്ക് പരിഷ്കരിക്കണം.
ഇത് കൂടുതൽ കൊടുക്കണം, പെൻഷൻ ആനുകൂല്യങ്ങൾ കൊടുക്കണം, അവർക്ക് റിട്ടയർമെൻറ്റ് സമയത്ത് ഒരു ബെനിഫിറ്റ് കൊടുക്കണം, ഇതൊക്കെ നടക്കണം. പക്ഷേ ഇത് സംസ്ഥാനവും കേന്ദ്രവും കൂടി, അതായത് സംസ്ഥാനം എന്ന് ഉദ്ദേശിച്ച കേരളം മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും. കാരണം എന്താ അറിയോ, ഇതിൻ്റെ 60% അവർ 40% അവർ കൊടുക്കേണ്ടി വരും. കേന്ദ്ര സർക്കാർ അങ്ങോട്ട് കുത്തനെ കൂട്ടിയാൽ അതിൻ്റെ 40 ഇവർ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഈ കേന്ദ്രത്തിന്റെ 2000 എന്ന് പറയുന്നത് അത് ഈ കേന്ദ്രത്തിന്റെ 60% മൊത്തം 60 മാത്രമല്ല, NHM-ന്റെ മൊത്തം ഫണ്ട് അലോക്കേഷൻ ആണ് ഈ 60-40 എന്ന അനുപാതത്തിൽ വരുന്നത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ബേസിക് കൺസെപ്റ്റ് തന്നെ, കേന്ദ്ര സർക്കാരിന് ആശാ പദ്ധതിയെ കുറിച്ചുള്ള നിലപാട് എന്താണ്? മുമ്പും ഇപ്പോഴും ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് വോളണ്ടിയേഴ്സ് ആണ് ആൻഡ് എൻടൈറ്റിൽഡ് ടു ടാസ്ക് ആക്ടിവിറ്റി ബേസ്ഡ് ഇൻസെൻറ്റീവ്സ്. അപ്പോൾ ഓരോ ടാസ്കിന് ഓരോ ഉത്തരവാദിത്വം അനുസരിച്ചുള്ള ഇൻസെൻറ്റീവ് കൊടുക്കേണ്ട വോളണ്ടിയേഴ്സ് ആണ് എന്നുള്ളതാണ് ആശാ വർക്കർമാരെ കുറിച്ചുള്ള സങ്കല്പം അല്ലെങ്കിൽ കൺസെപ്റ്റ്. ഇപ്പോൾ ഇവിടെ തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെടുന്നത് എന്താ? മിനിമം വേജ് എന്ന് പറയുമ്പോൾ അവർ തൊഴിലാളികളായി പരിഗണിക്കണം. തൊഴിലാളികളായി പരിഗണിച്ചുകൊണ്ട് തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട മിനിമം വേജ്, റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ, പ്രസവാവധി, ഗ്രാറ്റുവിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. അതായത് ഒരു തൊഴിൽ സമൂഹമായി ആശമാരെ പരിഗണിക്കണം എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ ഒരു തൊഴിൽ സമൂഹമായി പരിഗണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, അങ്ങനെ പരിഗണിക്കാൻ കേന്ദ്രവും സംസ്ഥാനവും തയ്യാറാവണം. ഒരു കൂട്ടർ മാത്രം തയ്യാറായിട്ട് കാര്യമല്ല. അഭിലാഷിന് ഓർമ്മയുണ്ടാവും, ഈ ED പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു. അതായത് ടെമ്പററി ജീവനക്കാർ നടത്തിയ പോസ്റ്റ് ഓഫീസ്. അവർക്ക് 1000 രൂപയും 2000 രൂപയൊക്കെ ആയിരുന്നു ശമ്പളം. അതിൽ നിന്നും സ്റ്റേഷനറി ഐറ്റംസ് അവർ പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 1998 വാജ്പേയി സർക്കാരിൻ്റെ കാലത്താണ് ശ്രീമതി സുഷമ സ്വരാജ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ ആയപ്പോഴാണ് അത് വർദ്ധിപ്പിച്ചിട്ട് അത് മാന്യമായൊരു തുക എത്തിയത്. ഇപ്പോൾ അത് വളരെയധികം വർദ്ധിച്ചു. അവർക്ക് സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങാൻ അലവൻസ് വന്നു, പലതും വന്നു. അപ്പോൾ അതേപോലെ കാലാനുസൃതമായ ഒരു മാറ്റം വരുത്തണം. പക്ഷെ അങ്ങനെ വരുത്തുന്ന സമയത്ത് അതിൻ്റെ ബാധ്യത കേന്ദ്രത്തിന് മാത്രമായിരിക്കില്ല, സംസ്ഥാനത്തിനും വരും. അപ്പോൾ ഇതെന്താ പറയുക, ചാടിക്കേറി ഞങ്ങളങ്ങ് കൂട്ടാം എന്ന് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ കൊടുത്തതിൻ്റെ പ്രശ്നമാണിത്. സത്യത്തിൽ ഇത് കേന്ദ്രവും വിവിധ സംസ്ഥാനങ്ങളും കൂടി ചർച്ച ചെയ്തിട്ട് ഒരു ഏക അഭിപ്രായത്തിൽ എത്തിയിട്ട് വേണം ഇത് വർദ്ധിപ്പിക്കാൻ. ഏതെങ്കിലും ഒരു സംസ്ഥാനം ചാടിക്കേറി പറഞ്ഞാൽ അവർ കീശയിൽ എടുത്ത് കൊടുക്കേണ്ടി വരും. ആന്ധ്രാപ്രദേശ് പറഞ്ഞു ഞങ്ങൾ 8000 രൂപയാക്കും, കേന്ദ്രത്തിൻ്റെ 2 ഒപ്പം 8 കൊടുത്ത് 10 ആക്കുന്നു. അവർ തർക്കിക്കാനോ സമരം ചെയ്യാനോ ബഹളം വെക്കാനോ നിയമസഭയിൽ പ്രമേയം പാസ്സാക്കാനൊന്നും മെനക്കെട്ടില്ല. അവർ 8000 കൊടുത്തു, ഇപ്പോൾ 10,000 കിട്ടുന്നുണ്ട്. അവരെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു, അവർ നടപ്പിലാക്കി. ഇവർ നടപ്പിലാക്കിയില്ല. ഇനി കേന്ദ്രത്തെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ ഇത് 2 കൂട്ടരും സഹിക്കേണ്ട ഒരു ബാധ്യതയാണ്. 60-40 തോതിൽ അത് 2 കൂട്ടരും തയ്യാറാവും. ശരി, അല്ല അത് ഓക്കെ. ഇവിടെ ശ്രീ VPP മുസ്തഫ, ഈ സമരത്തെക്കുറിച്ച് ഒരുപാട് അപവാദങ്ങൾ CPM നേതാക്കൾ, CITU നേതാക്കൾ ദൈനംദിനം എന്ന നിലയിൽ പറയുന്നുണ്ട്. ഇന്നിപ്പോൾ CITUവിൻ്റെ ദേശീയ സെക്രട്ടറി AR സിന്ധുവിൻ്റെ ലേഖനം ദേശാഭിമാനി ദിനപത്രത്തിൽ തന്നെയുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ CITU അതാത് സംസ്ഥാനങ്ങൾ നടത്തിയ സമരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ആവശ്യം? ഒന്ന്, മിനിമം കൂലി ഉറപ്പു തരണം, അതിനനുസരിച്ച് വേതനം ഈ പറഞ്ഞ ഓണറേറിയം പരിഷ്കരിക്കണം, നിശ്ചിത പ്രതിമാസ വേതനം വേണം, പെൻഷൻ വേണം, വിരമിക്കൽ ആനുകൂല്യങ്ങൾ വേണം. ഇവിടെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തിന്റെ ആവശ്യം എന്താണോ അതേ ആവശ്യം, കടുകിട വ്യത്യാസമില്ല, അതേ ആവശ്യമാണ് വിവിധ സംസ്ഥാനങ്ങളിൽ CITU സംഘടന ഉയർത്തുന്നത്, CITU നേതാക്കൾ സമരം ചെയ്യുന്നത്. അപ്പോൾ അതേ ആവശ്യം ഇവിടെ പറഞ്ഞാൽ നിങ്ങൾ കീർക്കിലി സംഘടനയായി, അരാജകവാദികളായി, ജമാഅത്തെ ഇസ്ലാമിയായി, എങ്ങനെയാണ് ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് അവിടുത്തെ മൗലികമായ പ്രശ്നം. അത് സമരം ചെയ്യുന്ന ആളുകൾ അവരുടെ കുന്തമുന, അവരുടെ ദിശ എങ്ങോട്ട് എന്നുള്ളതിനെ കൂടി ആശ്രയിച്ച് നിൽക്കുന്നതാണ് അതിൻ്റെ പ്രശ്നങ്ങൾ. അല്ലാതെ വെറുതെ വരുന്ന ഒരു വിമർശനമല്ല നമ്മൾ കാണേണ്ടത്. ഇവിടെ വളരെ കൃത്യമായിട്ട് നമ്മുടെ മുന്നിൽ കഥയുണ്ടല്ലോ. ഇപ്പോൾ ആശ മാത്രമല്ല, സ്കൂൾ പാചക തൊഴിലാളികളുണ്ട്, അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരുമുണ്ട്. ഇങ്ങനെ സെൻട്രലി സ്പോൺസേഡ് സ്കീമിൻ്റെ ഭാഗമായിട്ടുള്ള ഇത്തരം ധാരാളം സ്കീം വർക്കേഴ്സ് രാജ്യത്തെമ്പാടുമുണ്ട്. അവരുടെ എല്ലാം വിവിധ സംസ്ഥാനങ്ങളിലെ ജീവിത സാഹചര്യവും കേരളത്തിലെ അവരുടെ ജീവിത സാഹചര്യവും എല്ലാം വിലയിരുത്തും. ഇവിടെ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ പരാമർശിച്ചല്ലോ. ഇന്ത്യയിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ, BJP പ്രതിനിധി പറഞ്ഞതുപോലെ, കേരളത്തിലെ തൊഴിലുറപ്പ് കൂലി എത്രയാണ്? അത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കൂടുതലാണോ കുറവാണോ? പറയട്ടെ. കേരളത്തിൽ അങ്ങനെ ഒരു വില സൂചികയില്ലേ? അതുകൊണ്ടല്ലേ ഇത്രയും വലിയ കൂലി കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ കിട്ടാൻ വേണ്ടി കഴിയുന്നത്. നിങ്ങൾ കാണേണ്ടത് ആശമാരിൽ തന്നെ ഇപ്പോൾ ഉള്ള 26,000-ഓളം ആശമാരിൽ 1,400-ഓളം പേർ
നിലവിൽ ആശമാരുടെ വേതനം പറ്റുന്നതോടൊപ്പം തന്നെ അവർ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് അതിലും പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയെല്ലാം ഉണ്ട്. ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. ഈ സ്കീം വർക്കേഴ്സിൻ്റെതെല്ലാം സ്കൂൾ പാചക തൊഴിലാളികൾ, അംഗൻവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, ആശമാർ എല്ലാവരുടെയും വേതനം കേരളത്തിലെ ജീവിതത്തിന്റെ അന്തസ്സിനനുസരിച്ച് ഉയർത്താൻ വേണ്ടി കഴിയണം. ഉള്ളത് കൊണ്ടാണ് LDF ഗവൺമെന്റ് അതിന്റെ പ്രകടന പത്രികയിൽ വളരെ ക്ലാരിറ്റിയോടുകൂടി ശ്രീ VPP പറയാലോ. ഇപ്പോ നിങ്ങൾ അവകാശപ്പെടുന്നു എന്ത് VS അച്യുതാനന്ദൻ സർക്കാരാണ് ആശമാർക്ക് ഓണറേറിയം ഏർപ്പാടാക്കിയത്. അപ്പോൾ ആശമാരുടെ ഓണറേറിയം കൂട്ടണം എന്ന് പറയുമ്പോൾ അത് കേന്ദ്ര സർക്കാർ കൂട്ടണം എന്ന് പറഞ്ഞാൽ ശരിയാവോ? VS അച്യുതാനന്ദൻ സർക്കാരാണ് ഏർപ്പെടുത്തിയതെങ്കിൽ ഏർപ്പെടുത്തിയ ആളുകളാണല്ലോ സ്വാഭാവികമായും കൂട്ടേണ്ടത്. സംസ്ഥാനമാണ് ആശമാർക്ക് ഓണറേറിയം കൊടുക്കുന്നത്. NHMന്റെ ഇവിടുത്തെ നടത്തിപ്പ് ഏജൻസി എന്ന് പറയുന്നത് സംസ്ഥാന ആരോഗ്യ വകുപ്പാണ്. സ്വാഭാവികമായും കേരളം നിശ്ചയിച്ചിട്ടുള്ള ഓണറേറിയമാണ്. ഞങ്ങൾ ഓണറേറിയം 6000 രൂപ ഞങ്ങളുടെ സർക്കാർ ഉയർത്തിയതിനെ പറ്റി മുൻ മന്ത്രി തോമസ് ഐസക്കൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഏത് കാലത്ത്? അത് കഴിഞ്ഞ് 6-7 വർഷം കഴിഞ്ഞു. ജീവിത പ്രതിസന്ധി താങ്കൾ തന്നെ സൂചിപ്പിച്ചു. ഓരോന്നിന്റെയും വില കൂടുകയാണ്. അപ്പോൾ കാലാനുസൃതമായി നിങ്ങളുടെ പ്രകടന പത്രിക പറയുന്നത് പോലെ അവരുടെ ഓണറേറിയം കൂട്ടണമെന്നുള്ളത് സംസ്ഥാന സർക്കാരിനോട് അല്ലാതെ പിന്നെ ആരോട് പറയാനാണ്? അല്ല, നിങ്ങൾ അഭിലാഷ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ ചർച്ച നടക്കുന്നതുകൊണ്ട് ആശമാരുടെ ഈ വേതനം എങ്ങനെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാത്ത ഒരാളല്ലല്ലോ. ഓണറേറിയം പ്ലസ് ഇൻസെന്റീവ്, ഫിക്സഡ് ഇൻസെന്റീവ് പ്ലസ് പെർഫോമൻസ് ഇൻസെന്റീവ്, ഈ 3 ഘടകങ്ങൾ ചേർത്തിട്ടാണ് ആശമാർക്കുള്ള വേതനം നൽകുന്നത്. അതിൽ ഈ 7000 രൂപ ഇൻസെന്റീവ്, 6000 അല്ല, 2023 ഡിസംബർ തൊട്ട് 7000 രൂപയാണ് കേരളം നൽകുന്ന ഇൻസെന്റീവ്, ഓണറേറിയം. ആ 7000 രൂപ പൂർണ്ണമായും സ്റ്റേറ്റ് എക്സ്ചക്കറിനാണ് നൽകുന്നത്. 1 രൂപ പോലും അതിൽ മറ്റൊരാളുടെ സഹായമില്ല. 3000 രൂപ കേന്ദ്ര ഇൻസെന്റീവ്, ഫിക്സഡ് ഇൻസെന്റീവ്, അതിൽ 60% കേന്ദ്രം തരുന്നത്, അതിന്റെ 40% സംസ്ഥാനം നൽകുന്നു. അതിന് പുറമെയാണ് 3000-ഓളം രൂപ പെർഫോമൻസ് ഇൻസെന്റീവ്. അത് ഓരോ ആശാവർക്കറുടെയും പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയാണ് അതത് മാസം ലഭിക്കുന്നത്. അത് പൂർണ്ണമായും സംസ്ഥാന ഖജനാവിൽ നിന്നാണ്. ഇതിന് പുറമെയാണ് 200 രൂപ അവർക്ക് ടെലിഫോൺ അലവൻസ്. ഇങ്ങനെ വെച്ച് അഭിലാഷ് ഇപ്പോൾ തന്നെ ആവറേജ് 13,200 രൂപ ലഭിക്കുന്നുണ്ട്. 13,200 രൂപ ആവറേജ്. അതിൽ കൂടുതൽ ലഭിക്കുന്നവരുമുണ്ട്. പെർഫോമൻസ് ഇൻസെന്റീവ് കൂടുന്നതിനനുസരിച്ച് 14,000 വരെ ഈ ഫെബ്രുവരി മാസത്തിൽ വാങ്ങിച്ചവരുണ്ട്, ജനുവരി മാസത്തിൽ വാങ്ങിച്ചവരുണ്ട്. അഭിലാഷ് അത് കാണണം. എന്നാൽ അതിന് കുറവുണ്ട്. പെർഫോമൻസ് ഇൻസെന്റീവ് കുറയുന്നതിനനുസരിച്ച് 10,000 അതിലടുത്തോ മാത്രം കിട്ടുന്നവരുണ്ട്. 10,000-ൽ കുറവ് കിട്ടുന്നവരില്ല. ഇതാണ് നിലവിൽ കേരളത്തിലെ സ്ഥിതി. എന്നാൽ ഈ വർധനം ഇനി ഉണ്ടാക്കണമെങ്കിൽ ആര് വേണം? ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് വർദ്ധിക്കണം. അവിടെയല്ലേ സമരത്തിന്റെ കുന്തമുന പായേണ്ടത്. സമരത്തിന്റെ കുന്തമുന എങ്ങോട്ട് തിരിച്ചു വെക്കണം എന്നുള്ളത് ആലോചിക്കാം. പക്ഷെ 10,000-ൽ താഴെ ഉള്ളവരില്ല എന്ന് പറയരുത്. 1824 പേർക്ക് 10,000-ൽ താഴെയാണ് കഴിഞ്ഞ ഏറ്റവും ഒടുവിലത്തെ ഡിസംബർ മാസത്തെ ഓണറേറിയവും ഇൻസെന്റീവും കൂടി താരതമ്യം ചെയ്താൽ കിട്ടിയത്. 87 പേർക്ക് 7,000-ലും താഴെയാണ്. ഈ മുഴുവൻ തുക കിട്ടിയ ആളുകളുടെ എണ്ണം, അതായത് 13,000-ന് മുകളിൽ കിട്ടിയത് 1,097 പേർക്കും 10,000-നും 13,000-നും ഇടയിൽ കിട്ടിയത് 21,900 പേർക്കുമാണ് സർക്കാരിന്റെ തന്നെ കണക്കനുസരിച്ച്. ഞാൻ വരാം. ശ്രീ രാജു പി നായർ, കുന്തമുന എങ്ങോട്ട് തിരിച്ചു വെക്കണം എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. ഞാൻ അങ്ങയിലേക്ക് വരാം അടുത്ത റൗണ്ടിൽ. അപ്പൊ ഈ കുന്തമുനയുടെ കാര്യം പറയുമ്പോൾ താങ്കൾ കോട്ട് ചെയ്ത ആ കണക്ക് തന്നെ നോക്കൂ. താങ്കൾ കോട്ട് ചെയ്ത കണക്കിൽ തന്നെ ഏതാണ്ട് 90%-ലധികം പേർ 10,000-ന് മുകളിൽ ശമ്പളം പറ്റുന്നവരാ, വേതനം പറ്റുന്നവരാണ്. അവിടെ നമ്മൾ കാണുകയല്ലേ. അതിൽ കേന്ദ്ര സർക്കാരിന്റെ റോൾ എന്ത്? കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയല്ലേ ആശ? അവരല്ലേ 9,400 രൂപയും സംസ്ഥാന സർക്കാരാണ് കൊടുക്കുന്നത് എന്ന വാദം അംഗീകരിച്ചു. പ്രശ്നം അവിടെയല്ല. ഇപ്പോ ഈ എന്തൊക്കെ ജോലികൾ ഈ ആശാ വർക്കർമാർ ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് സ്പെസിഫിക് ആയ സംസ്ഥാനത്തുള്ള ആരോഗ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ജോലിയുടെ ഭാരം കൂടി അവർ വഹിക്കേണ്ടി വരുന്നുണ്ട്. ഒരു ദിവസം മുഴുവൻ ജോലിയാണ്. അപ്പൊ അത്രയും ജോലി ചെയ്യിച്ചിട്ട് കേരളത്തിന്റെ വില നിലവാര സൂചികയെ കുറിച്ച് താങ്കൾ പറഞ്ഞല്ലോ. കേരളം പോലെ ഉയർന്ന ജീവിത ചെലവുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയും കൊടുത്താൽ മതിയോ? ഇത്രയും ജോലി ചെയ്തിട്ട് കേരളം പോലെ ഉയർന്ന ജീവിത ചെലവുള്ള ഒരു സ്ഥലത്ത് ഇത്രയും കൊടുത്താൽ മതിയോ എന്നുള്ളതാണല്ലോ പ്രശ്നം. പോരാ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ട്. എന്ന് മാത്രമല്ല, തൊഴിലാളികൾ എന്ന നിലയ്ക്കുള്ള പരിഗണന, അതായത് മിനിമം വേജ്, വിരമിക്കൽ ആനുകൂല്യങ്ങൾ, പെൻഷൻ തുടങ്ങിയ അടിസ്ഥാന തൊഴിൽ അവകാശങ്ങൾ വേണം ഇവർക്ക് എന്ന് ആവശ്യപ്പെടുന്നത് ആരാണ്? CITU തന്നെയാണ്. അതിനു പകരം സംസ്ഥാന സർക്കാരിനെതിരെ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഒരു സമരം ചെയ്യുമ്പോൾ അതിനെതിരെയുള്ള വിമർശനം ഉണ്ടാകും. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയുള്ള സമരമാണോ എന്നുള്ള ചോദ്യത്തിലേക്ക് ഞാൻ വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ചെറിയൊരു ഇടവേളയുണ്ട്. ശ്രീ രാജു പി നായർ, ഇപ്പോ സ്കീം വർക്കർമാരുടെ പ്രശ്നം
അത് രാജ്യവ്യാപകമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണല്ലോ കർണാടക സർക്കാർ ആരുടെ സർക്കാരാണ്? കോൺഗ്രസിന്റെ സർക്കാരാണ്. ആ സർക്കാർ സമരത്തെ നേരിട്ടു. താങ്കൾ തന്നെ ആ സമരത്തിന്റെ കാര്യം പറഞ്ഞു. ആ സമരം പരിസമാപനം കുറിച്ചത് സർക്കാർ വഴങ്ങിക്കൊണ്ടാണ്. അന്ന് വന്ന ഒരു ദേശീയ മാധ്യമത്തിൽ വന്ന വാർത്ത എങ്ങനെയാണ്? ആശാ വർക്കേഴ്സ് അക്രോസ് കർണാടക ഹാവ് കോൾഡ് ഓഫ് ദെയർ ഇൻഡെഫിനിറ്റ് സ്ട്രൈക്ക് ആഫ്റ്റർ ചീഫ് മിനിസ്റ്റർ സിദ്ധരാമയ്യ അനൗൺസ്ഡ് ഫിക്സഡ് മന്ത്ലി ഓണറേറിയം ഓഫ് Rs 10,000 എഫക്റ്റീവ് ഫ്രം ഏപ്രിൽ എലോങ് വിത്ത് അഷുറൻസ് ടു അഡ്രസ് ദെയർ അതർ എന്നൊക്കെ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആശാ വർക്കർമാർ രാജ്യവ്യാപകമായി സമരം ചെയ്യുന്നുണ്ട്. പ്രശ്നം വളരെ പരിതാപകരമായ വേതനമാണ് അവർക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദേശീയ പ്രശ്നമാണ്. അത് ദേശീയാടിസ്ഥാനത്തിൽ പരിഹരിക്കണമല്ലോ. ആര് പരിഹരിക്കണം? അതൊരു വലിയ ചോദ്യമാണ്. സംസ്ഥാനങ്ങൾ മാത്രം 3000 രൂപയോ 5000 രൂപയോ ഇപ്പോൾ കൊടുക്കുന്ന പൈസ കൂട്ടിക്കൊടുത്തതുകൊണ്ട് ഈ പ്രശ്നം പരിഹൃതമാകുമോ? ഒരിക്കലും ഇല്ല അഭിലാഷ്. അതിനകത്ത് കേന്ദ്ര സർക്കാരും കാലോചിതമായിട്ടുള്ള അതിൻ്റെ പരിഷ്കരണം വരുത്തണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് എത്താം, വേറെ എന്തൊക്കെ പറയേണ്ടത്. പക്ഷേ അതിനു മുമ്പ് ശ്രീ VPP മുസ്തഫ ഉൾപ്പെടെ പറഞ്ഞ കുറച്ചായിട്ട് കുന്തമന കൊണ്ടിറങ്ങുകയാണ്. ആരാണ് ഇവിടെ കുന്തമന കൊണ്ടിറങ്ങുന്നത്? ഈ പാവപ്പെട്ട ആശാ വർക്കർമാർ അവിടെ പിരിവെടുത്ത് ഒരു സമര പന്തൽ പോലും മര്യാദക്ക് ഉണ്ടാക്കാൻ കഴിയാതെ 7000 രൂപ കിട്ടുന്നവർക്ക് ആ പൈസയെങ്കിലും സമയത്ത് തരണം എന്ന് പറഞ്ഞ് സമരം തുടങ്ങിയവർ ഏത് കുന്തമുനയായിട്ട് ഇറങ്ങിയേക്കുന്നത്? ഇവരുടെയൊക്കെ പ്രശ്നം ഹിറ്റ്ലറുടെ പ്രേതം വന്ന് പിടികൂടിയിരിക്കുന്ന ആരെങ്കിലും ഈ സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരു വിമർശനം ഉന്നയിച്ചാൽ അപ്പോൾ തന്നെ തങ്ങളെ അട്ടിമറിക്കാൻ പോകുന്നേ എന്ന് നിലവിളിക്കുന്ന ഒരു സർക്കാരായിട്ട് മാറി. ഇടതുപക്ഷം എന്നാണ് വിളിക്കുന്നത്. 99 സീറ്റുള്ള പിണറായി വിജയൻ പറയുന്നതിനപ്പുറം ഒരക്ഷരം മിണ്ടാൻ കഴിയാത്ത ഒരു പാർട്ടിയുമായിട്ടുള്ള നേതാവ് ഇനി ആരെ പേടിച്ചിട്ടാണ് ഇത്രമാത്രം സർക്കാരിനെ അട്ടിമറിക്കാൻ പോകുന്നു പേടിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് നിലവിലൊടുക്കുന്ന പൈസ, ആ പൈസ കൊടുക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തേ KV തോമസിന് നിലവിൽ കൊടുക്കുന്ന പൈസ മാത്രം കൊടുത്താൽ മതി എന്ന് തീരുമാനിക്കാഞ്ഞത്? എന്റെ PSCക്ക് നിലവിൽ കൊടുക്കുന്ന പൈസ മാത്രം കൊടുത്താൽ മതി എന്ന് തീരുമാനിക്കാഞ്ഞത്? എൻ്റെ ഗവൺമെന്റ് ലീഡർമാർക്ക് നിലവിൽ കൊടുക്കുന്ന പൈസ മാത്രം കൊടുത്താൽ മതി എന്ന് തീരുമാനിക്കാഞ്ഞത്? അപ്പം നിങ്ങൾക്ക് അത് മാറ്റണം അല്ലേ? അത് മാറ്റണം. നിലവിൽ കൊടുക്കുന്ന പൈസ ഒന്ന് മാറ്റി കൂട്ടിക്കൊടുക്കണം അല്ലേ? ആശാ വർക്കർമാർക്ക് കൂട്ടിക്കൊടുക്കാൻ കഴിയില്ല. എന്താ ഇതിന്റെ പ്രശ്നം? നോക്കൂ, ഞാൻ ചോദിക്കട്ടെ അഭിലാഷ്, ഇതിനകത്തൊരു സാമ്പത്തിക ശാസ്ത്രം കൂടിയുണ്ട്. ഈ ഗവൺമെന്റ് ലീഡർമാർക്കും KV തോമസിനും അതുപോലെ തന്നെ PSC ഇവർക്കെല്ലാം കൊടുക്കുന്ന കൂടുതലുള്ള പൈസ ഉണ്ടല്ലോ, ആ പൈസയെല്ലാം പെട്ടിക്കകത്ത് വെച്ച് പൂട്ടാനുള്ള പൈസയാണ്. അതല്ലെങ്കിൽ ബാങ്കിനകത്ത് വെക്കാനുള്ള അവരുടെ FD ആക്കാനുള്ള പൈസയാണ്. ഈ പാവപ്പെട്ട മനുഷ്യർക്ക് 7000 രൂപ ദിവസം മാസം ഓണറേറിയം കിട്ടുന്നവരുണ്ടല്ലോ, ആ പൈസ കിട്ടിയാൽ അവർക്ക് വിപണിയിൽ ചെലവാക്കാനുള്ള പൈസയാണ്. വിപണിയിൽ ആ പൈസ ചെലവാക്കി കഴിഞ്ഞാൽ അതിൽ ടാക്സിനകത്തൊരു ആവറേജ് 15% ഈ സർക്കാരിലേക്ക് തിരിച്ചു വരും. അതിനൊരു സാമ്പത്തിക ശാസ്ത്രം കൂടിയുണ്ട്. ആ സാമ്പത്തിക ശാസ്ത്രം അടിസ്ഥാനപരമായിട്ട് എക്കണോമിയെ ശക്തിപ്പെടുത്തുന്നതാണ്. അത് മനസ്സിലാക്കുന്ന സോഷ്യലിസ്റ്റ് ഗവൺമെന്റുകൾ ആ ഗവൺമെന്റുകൾ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ മുൻഗണന കൊടുക്കും. ആ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന കൊടുക്കുമെന്നതിന്റെ ഉദാഹരണമാണ് കർണാടകയിൽ സാമ്പത്തികമായിട്ട് ഞെരുക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുക പോലും അവർക്കുണ്ടല്ലോ പരാതി, അവരും നടത്തുന്നുണ്ടല്ലോ സമരം. അവരപ്പോൾ പോലും ഏറ്റവും അടിസ്ഥാന വർഗത്തിനുള്ള പണം കൂടുതൽ കൊടുക്കുന്നത് കൊണ്ട് നഷ്ടമില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് സമ്പദ് വ്യവസ്ഥ തകരില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് അടിസ്ഥാനത്തിൽ ഈ വിഷയത്തെ സമീപിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ ഒരു ദിവസം വിവാദമായ ലേഖനത്തിൽ ശ്രീ ശശി തരൂർ പറഞ്ഞ പോലെ ഇവർ സമ്പദ് വ്യവസ്ഥയുടെ സോഷ്യലിസമൊക്കെ വിട്ട് കുത്തകവൽക്കരണത്തിന്റെ ഇതിനകത്തേക്ക് പോയി. ഇവർ ക്യാപിറ്റലിസത്തിന്റെ വക്താക്കളായി. അതുകൊണ്ടാണ് KV തോമസിന് ഈ യാത്രാബത്ത കുറയുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇത് വർദ്ധിപ്പിക്കേണ്ടതും ആശാ വർക്കർമാർക്ക് കൊടുക്കേണ്ടതിനേക്കാൾ കൂടുതൽ ആവശ്യമുള്ളതാണ് എന്നിവർ ചിന്തിച്ചു പോകുന്നത്. സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിൽ നിന്നും ഇടത് രാഷ്ട്രീയത്തിൽ നിന്ന് ഇവർ മാറിയ ഇത് കേവലം ഒരു സർക്കാരിന്റെ പ്രശ്നം മാത്രമല്ല, അടിസ്ഥാനപരമായിട്ട് ഇവരുടെ രാഷ്ട്രീയം ഇല്ലാതാവുന്നതിന്റെ പ്രശ്നവും കൂടിയാണ്. ആ പ്രശ്നം ഒന്ന് അതായിട്ട് നിൽക്കുമ്പോൾ തന്നെ സംഘടനാ സംവിധാനത്തിന് പുറത്തു നിൽക്കുന്നവരെ അപമാനിക്കാൻ ഞാൻ ചോദിക്കട്ടെ, എന്തൊക്കെയാണ് ഇവർ വിളിക്കുന്നത്? ഞാൻ കുറെ ദിവസമായിട്ട് കാത്തിരിക്കുക, ഇതെന്താ വരാത്തേ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ വന്നു പറഞ്ഞു ഇവർ മതതീവ്രവാദികളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, SDP ജമാഅത്തെ ഇസ്ലാമിയുടെയും മതതീവ്രവാദികളാണ് ഈ സമരം നടത്തുന്നത് വരെ പറയേണ്ട സാഹചര്യത്തേക്ക് ഈ സർക്കാർ എങ്ങനെ എത്തുന്നത്? എന്താണ് നിങ്ങൾക്ക് ഇവരെ കീടങ്ങളായിട്ട് പരിഗണിക്കേണ്ടി വരുന്നത്? എന്താ ഇവരെ കുറ്റിച്ചൂലുകളാകുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ പാട്ട പിരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർ ഇവർ സമരത്തിന് വേണ്ടി എവിടെയെങ്കിലും ഒരു ധനസമാഹരണം നടത്തിയാൽ അതൊക്കെ ഇവർ വലിയ അജണ്ടയുടെ ഭാഗമായിട്ട് മാറുന്നത് എങ്ങനെയാ? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ മാറാൻ കഴിയുന്നത്? ബഹുമാനപ്പെട്ട ശ്രീ VPP മുസ്തഫ,
ഈ സാധാരണക്കാരുടെ പ്രശ്നത്തോടൊപ്പം ചേർന്ന് നിന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ആ പാവപ്പെട്ട മനുഷ്യരുടെ വിയർപ്പിന് മേൽ കെട്ടിപ്പൊക്കിയ കേരള മോഡൽ അല്ലേ? നിങ്ങൾ തെലങ്കാനയും കർണാടകയും മറ്റ് സംസ്ഥാനങ്ങൾ കുറവ് കൊടുക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. നിങ്ങൾ കൂടുതൽ കൊടുത്ത് കേരള മോഡലാവൂ. നിങ്ങൾ 10,000 പകരം 15,000 കൊടുക്കുമ്പോൾ അപ്പുറത്ത് തമിഴ്നാടിനും കർണാടകയ്ക്കും തെലങ്കാനയ്ക്കും ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മേൽ സമ്മർദ്ദം വരട്ടെ. അടിസ്ഥാന വർഗ വിപത്ത് ഇതിനു വേണ്ടിയിട്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടി നമുക്ക് അങ്ങനെ ഒന്ന് കേരള മോഡൽ പ്രവർത്തിച്ചാൽ എന്താ? ആ പ്രവർത്തനവും ആ കേരള മോഡലൊന്നും വേണ്ടല്ലേ? നിങ്ങൾക്കപ്പോൾ നിങ്ങളുടെ തെറ്റുകളെ ന്യായീകരിക്കാൻ, നിങ്ങളുടെ പോരായ്മകളെ ന്യായീകരിക്കാൻ നിങ്ങൾക്ക് മറ്റു സംസ്ഥാനങ്ങളെ നോക്കി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണം. അപ്പം കേരള മോഡൽ വേണ്ട. ഈ പാവപ്പെട്ട സ്ത്രീകൾ പണിയെടുത്ത് ഗർഭകാല പരിചരണം വരെ നടത്തി ശിശുമരണ നിരക്ക് വരെ കുറച്ച് കേരളത്തിൽ ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചവരെ നിങ്ങൾക്കപ്പോൾ തീവ്രവാദികളായി കുത്തുകൂത്തി നിങ്ങൾക്കും മറ്റുള്ള സംസ്ഥാനങ്ങളുടെ കണക്ക് പറഞ്ഞ് നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണം. അപ്പോ കേരള മോഡൽ വേണ്ട. ശരി, അതാണ് കോൺഗ്രസ് ഉയർത്തുന്ന വിമർശനം. ഇന്നലെ വി.ഡി. സതീശൻ തന്നെ കേരളം ഭരിക്കുന്നത് ഒരു തീവ്ര വലതുപക്ഷ സർക്കാരാണ് എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. അതിനൊക്കെ ശ്രീ വി.പി. മുസ്തഫ മറുപടി പറയും. അതിനു മുമ്പ് ശ്രീമതി മിന്നി, ഇപ്പോൾ ഒരു ആശാ വർക്കറെ സംബന്ധിച്ച് കേരള ഗവൺമെന്റിന്റെ ഓണറേറിയമായിട്ടുള്ള 7,000 രൂപ പ്ലസ് കേന്ദ്ര സർക്കാർ കൂടുതൽ തുക നിർവഹിക്കുന്ന ഈ ഫിക്സഡ് ഇൻസെൻറ്റീവ് പ്ലസ് വേരിയബിൾ ഇൻസെൻറ്റീവ് ടെലിഫോൺ അലവൻസ് എല്ലാം കൂടെ കൂട്ടിയാൽ 13,200 രൂപ കിട്ടും. അതിൽ ഈ 13,200-ൽ 9,400 രൂപ കേരള സംസ്ഥാനമാണ് നൽകുന്നത് മൊത്തം കണക്കെടുത്താൽ. അപ്പോൾ അത്ര സാമ്പത്തിക ഭാരം ഒരു ആശാ വർക്കർക്ക് മുഴുവൻ പേ ചെയ്യുമ്പോൾ സർക്കാരിന് വരുന്നുണ്ട്. അത് ന്യായമായും കൊടുക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അവിടെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു പ്രസ് റിലീസ് ഒക്കെ ഇറക്കിയിട്ടുണ്ട്. ഞങ്ങൾ NHM-ന്റെ ഭാഗമായി ഇത്ര തുക റിലീസ് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇത് ശരിക്ക് സംസ്ഥാന തലത്തിൽ പരിഹരിക്കേണ്ട വിഷയമാണോ ദേശീയ തലത്തിൽ പരിഹരിക്കേണ്ട വിഷയമാണോ? ദേശീയ തലത്തിൽ നിരവധി സമരങ്ങൾ നിങ്ങളുടെ യൂണിയൻ അടക്കം പങ്കെടുത്ത് നടന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. ഇത് സംസ്ഥാനവും കേന്ദ്രവും പരിഹരിക്കേണ്ട വിഷയം തന്നെയാണ്. ഇവിടെ വിഷയം എന്ന് പറയുന്നത് സമരത്തിൻ്റെ കുന്തമുന എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ നേരെ ഇരിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. 7,000 രൂപ ഓണറേറിയമാണ് സംസ്ഥാന സർക്കാർ തരുന്നത്. 2,000 രൂപ ഫിക്സഡ് ഇൻസെൻറ്റീവ് തരുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. വേരിയബിൾ ഇൻസെൻറ്റീവ് തരുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അപ്പോൾ 7 × 2 9 പ്ലസ് അപ്പോൾ എങ്ങനെയാണ് അതൊരു 13,200 രൂപയാവുന്നത്? അപ്പോൾ തെറ്റായ വ്യാഖ്യാനമാണ് അവിടെ വന്നിരിക്കുന്നത്. കണക്കുകൾ വലിയ പശകൊണ്ട്. ഇനി 7,000 രൂപയ്ക്ക് മാനദണ്ഡമുണ്ട്. എനിക്ക് പറയാനുള്ളത് ഇത് മനസ്സിലാക്കിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു ശമ്പള പരിഷ്കരണത്തിൻ്റെയോ അല്ലെങ്കിലുള്ള ചില ഫോർമുലകളല്ല ഇവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് VP മുസ്തഫയോട് പറയാനുള്ളത്, നിങ്ങളുടെ വാർഡിലെ ആശാവർക്കറെ വിളിച്ചിരുത്തിയിട്ട് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന തുകയും അവർ ചെയ്യുന്ന ജോലിയും അവർക്ക് കിട്ടുന്ന വേതനം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഈ കാലത്തൊക്കെ നിങ്ങളെ പരിചരിക്കുന്ന ആളുകളാണല്ലോ, ഒന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ സർക്കാർ വിലാസമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന രേഖകളിൽ നിന്ന് വ്യത്യസ്തമായ ചില കണക്കുകൾ കിട്ടും. നിങ്ങൾ അതൊന്ന് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ള വിനീതമായ അഭ്യർത്ഥനയാണുള്ളത്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് വേണ്ടിയാണ് പണിയെടുക്കുന്നത്. സംസ്ഥാന സർക്കാരാണ് നിശ്ചയിക്കുന്നത്. ഈ സംസ്ഥാനത്താണ് ജീവിക്കുന്നത്. ഈ കിട്ടുന്ന മുഴുവൻ തുകയും ഈ സംസ്ഥാനത്താണ് ചിലവഴിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്ന ഗവൺമെൻറ്റിനോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മറിച്ച് കേന്ദ്രത്തിൽ നിന്ന് വാങ്ങാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഞങ്ങൾ ആവശ്യപ്പെടാൻ തയ്യാറാണ്. ഞങ്ങളുടെ സമരപ്പന്തലിലേക്ക് കടന്നു വന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള മുഴുവൻ ആളുകളോടും ഞങ്ങൾ മുൻകൂറായി പറഞ്ഞു, ഇവിടെ വന്ന് പിന്തുണ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേന്ദ്ര സർക്കാരുമായി ആലോചിച്ചുകൊണ്ട് ഇത് കാലോചിതമായി പരിഷ്കരിക്കാൻ വേണ്ടുന്ന അടിയന്തര നടപടി കൈക്കൊള്ളാമെന്ന് ഇത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അല്ലാതെ വരുന്നവരൊക്കെ സ്വീകരിച്ചിരുത്തി വിടുക എന്നുള്ള നയമല്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് ഇത് കേരളത്തിലെ മാത്രമല്ല, ഇതൊരു ദേശീയ വിഷയമായി മാറിയിട്ടുണ്ട്. കേരളം നമ്പർ 1 ആണെന്ന് ഇങ്ങനെ ഓരോ മിനിറ്റിലും നിങ്ങളിങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ വെല്ലുവിളിക്കുന്ന തരത്തിൽ രാജ്യമെമ്പാടും ഈ ശബ്ദം ഉയർന്നു കഴിഞ്ഞു. എല്ലാ സംസ്ഥാനത്തെ ആശാവർക്കർമാർ ഈ പ്രക്ഷോഭ രംഗത്തേക്ക് വരികയാണ്. അപ്പോൾ ഇതൊരു പുതിയൊരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത്ര അസഹിഷ്ണുത? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു? നിങ്ങളുടെ ഏതെങ്കിലും ഒരു നേതാവ് തിരുത്താൻ പോയോ? ഇന്നലെയും പറഞ്ഞില്ല അശ്ലീലം, സ്ത്രീകളെക്കുറിച്ച് അശ്ലീലം. ഈ ഏറ്റവും ഒടുവിൽ അശ്ലീലം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ ഉണ്ടായൊരു പരാമർശത്തിനെതിരെ കേരളം മുഴുവൻ പ്രതികരിച്ചതാണ്. അപ്പോൾ സ്ത്രീകളെ അശ്ലീലം പറഞ്ഞു ഓടിക്കുക, സ്ത്രീകളെ അസഭ്യം പറയുക. നിങ്ങൾ എന്ത് വനിതാ സംരക്ഷണമാണ് പറയുന്നത്? സ്ത്രീ സംരക്ഷണമാണ്. വനിതാ ജംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുക, എല്ലാ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് വനിതാ ജംഗ്ഷൻ. എന്തിനാണ് ഈ വനിതാ ജംഗ്ഷൻ? വനിതാ മതിൽ കെട്ടുന്നു. ആയിരക്കണക്കിന് സ്ത്രീകളെ പാതിരാത്രിയിൽ ഒന്നിച്ച് നടത്തിച്ചിട്ട് സ്ത്രീ സുരക്ഷയുള്ള നാടാണെന്ന് പറയുന്നു. നമ്മളെല്ലാ ദിവസവും കാണുക സ്ത്രീ സുരക്ഷ എങ്ങനെയാണെന്ന്. ചെറിയ കുട്ടികളടക്കം കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു നാടാണ്.
മദ്യത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ കൂത്തരങ്ങാണ് നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പോൾ അത് വേറെ ആരും ഉണ്ടാക്കി വെച്ചതുപോലെ നിങ്ങൾ വ്യാജമായിട്ട് അഭിനയിക്കുക. നിങ്ങളിതൊക്കെ നിർത്തുക. നിങ്ങൾ വസ്തുതകൾ പറയാൻ പഠിക്കുക. ഇടതുപക്ഷം എന്ന് പറഞ്ഞ് ഈ ഇടതുപക്ഷത്തെ നെഞ്ചേറ്റി അധികാരത്തിലേറിയ ആളുകളാണ് ആ തെരുവിലിരിക്കുന്ന പാവപ്പെട്ട ആശാവർക്കർമാർ. കോവിഡ് പോരാളികളെന്ന് പറഞ്ഞ് കാലാൾപ്പടയെന്ന് പറഞ്ഞ് പ്രകീർത്തിച്ചിട്ട് ഇന്ന് തെരുവിലിരിക്കുമ്പോൾ ഇതിന് മഴ പെയ്തപ്പോൾ ഒരു ടാർപോളിൻ കെട്ടാൻ സമ്മതിക്കാത്ത തൊട്ടടുത്തിരിപ്പുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പടമുള്ള ഫ്ലെക്സ് ബോർഡ് ഇരിപ്പുണ്ട്. പോലീസ് അത് തൊടില്ല, മറിച്ച് കയ്യിൽ പിടിച്ചിരിക്കുന്ന ടാർപോളിൻ ഷീറ്റ് വലിച്ചു മാറ്റും. അതാണ് നമ്മുടെ സംസ്കാരം. അപ്പോൾ അതുകൊണ്ട് ഇത് ജനം കാണുന്നുണ്ട്. എത്ര കള്ളങ്ങളുടെ കോട്ട കെട്ടിമറച്ചാലും നിങ്ങൾ നോക്കൂ, ആ സമരപ്പന്തലിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ ആ പന്തലൊരു തീർത്ഥാടന കേന്ദ്രം പോലെ വരികയാണ്. കുട്ടികളുടെ ജന്മദിനം ആഘോഷിക്കാൻ കുട്ടികളെയും കുട്ടി മാതാപിതാക്കൾ വരുന്നു. മനുഷ്യരെ കണ്ട് പഠിക്കാൻ പറയുന്നു. പണിയെടുക്കുന്ന ആളുകളെ കാണാൻ പറയുന്നു. KSRTC റിട്ടയർഡ് ആളുകൾ വരുന്നു, പെൻഷൻകാർ വരുന്നു. നാളെ കാത്തിരിക്കുന്ന ഇതിന് നിങ്ങൾ പരാജയപ്പെടരുതെന്ന് പറയാൻ നൂറുകണക്കിന് ആളുകൾ. ഞങ്ങളുടെ ഊർജ്ജം അത് തന്നെയാണ്. തീർച്ചയായും നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രതികരണം വരുന്നുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ, പിണറായി വിജയൻ സർക്കാരിൻ്റെ പരാജയം ഞങ്ങളുടെ തലയിൽ ഇടരുത് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ വാദം. ദ മോഡി ഗവൺമെന്റ് ഡസ് നോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് എനി സ്റ്റേറ്റ് ഓൺ എനി ഗ്രൗണ്ട്സ് ആൻഡ് കേരള റിസീവിംഗ് മോർ ദാൻ ഇറ്റ്സ് ബഡ്ജറ്റഡ് അലോക്കേഷൻ ഈസ് എ ടെസ്റ്റ്മെന്റ് ഓഫ് ദിസ് കമ്മിറ്റ്മെന്റ്. ദ യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഹാഡ് already provided an additional 120 crore to Kerala as fifth installment. Before this, Kerala had received its full share of 913 crore in 4 separate installments എന്നുള്ളതാണ് NHM ഫണ്ടുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിൻ്റെ വിശദീകരണം. ഇവിടെ ശ്രീ VP ശ്രീപത്മനാഭൻ ശരിയാണ്. ഇപ്പോൾ 4 ഇൻസ്റ്റാൾമെൻ്റായി 913 കോടി രൂപയും ഇപ്പോൾ അഡീഷണൽ ഇൻസ്റ്റാൾമെൻ്റായി 120 കോടി രൂപയും കേരളത്തിന് നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഭാഗമായി നൽകി എന്ന് പറയുന്നു. ശരി, നാഷണൽ ഹെൽത്ത് മിഷനിൽ ആശമാർക്ക് ശമ്പളം കൊടുക്കൽ മാത്രമല്ലല്ലോ ഉള്ളത്. വലിയ ആക്ടിവിറ്റിയാണ് NHM-ന് വേണ്ടി പണം വേണ്ടതുണ്ട്, അത് നൽകി എന്നുള്ളത് കേന്ദ്രം വിശദീകരിക്കുന്നു. പക്ഷെ പ്രശ്നം ഇതൊരു കേരള സ്പെസിഫിക് പ്രശ്നമേ അല്ല. ഇവിടെ മാത്രമല്ല കേട്ടോ സമരം ഉണ്ടാവുന്നതും. ഇതേമാതിരിയുള്ള സമരം മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്. ഹരിയാനയിലും ഛത്തീസ്ഗഡിലുമൊക്കെ CITU തന്നെ സമരം ചെയ്തിരുന്നു. കർണാടകയിൽ കഴിഞ്ഞ മാസം വലിയ സമരമുണ്ടായി. ഇതൊരു രാജ്യവ്യാപക പ്രശ്നമാണ്. അപ്പോഴൊക്കെ കേന്ദ്രം ഞങ്ങൾ ആ സംസ്ഥാനത്തിന് ഇത്ര NHM ഫണ്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ വിഷയം അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ആശ എന്നുള്ളത് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ആണ്. ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് അതുണ്ടായ സമയം മുതൽ അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഈ മാറിയ സാഹചര്യത്തിൽ നമ്മൾ 2020 വലിയ കോവിഡ് എന്ന മഹാമാരിയെ അഭിസംബോധന ചെയ്തു. ആശമാർ അവിടെ വലിയ ഒരു കരുത്തായതുമാണ്. പുതിയ സാഹചര്യത്തിൽ അവരെ ഈ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നുള്ളതിനപ്പുറത്തൊരു തൊഴിലാളിയായി പരിഗണിക്കുന്ന വിധത്തിൽ എന്നാണ് കേന്ദ്ര സർക്കാർ ഒരു പുതിയ നയം പ്രഖ്യാപിക്കാൻ പോകുന്നത്? ഈ വിഷയം നാഷണലായിട്ടല്ലേ അഡ്രസ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, ഇവരെ പഴയ രീതിയിൽ കണ്ടാൽ പോരാ. ഇവരെ പുതിയ സാഹചര്യത്തിൽ പുതിയ രീതിയിൽ കാണണം. പക്ഷേ ആ തീരുമാനം എടുക്കേണ്ടത് ആരാണ്? ഞാൻ നേരത്തെ ആ വാക്ക് പറഞ്ഞല്ലോ, അതായത് റിക്വയർമെൻറ്റ് പോസ്റ്റ് ബൈ സ്റ്റേറ്റ്. അത് ഡീൻ കുര്യാക്കോസിൻ്റെ ചോദ്യത്തിനും കുമാര നായിക്കിൻ്റെ ചോദ്യത്തിനും കൊടുത്ത ഉത്തരത്തിലുള്ള വാക്കാണത്. അതായത് ഇതെങ്ങനെ തീരുമാനിക്കുന്നതെന്നറിയോ? ഓരോ വർഷവും ആ വർഷത്തിൻ്റെ സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്തിന് മുമ്പായി ഓരോ സംസ്ഥാനത്തെ ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരും കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ നടക്കുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ അവരുടെ സംസ്ഥാനങ്ങളിലെ ആശാ വർക്കർമാരുടെ എണ്ണം, അംഗൻവാടി വർക്കർമാരുടെ എണ്ണം, ഇത് സംബന്ധിച്ചുള്ള ചെലവ്, അതിനവർ പ്രതീക്ഷിക്കുന്ന തുക, ഇതെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇത് ഫിക്സ് ചെയ്യാണ്. ഇത് ഫിക്സ് ചെയ്തതിന് ശേഷമാണ് ബഡ്ജറ്റിൽ ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത്. വൺസ് ബഡ്ജറ്റിൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഇൻക്രീസ് ചെയ്ത് കിട്ടാൻ സാധാരണഗതിയിൽ പാടാണ്. പക്ഷേ ഇപ്പോൾ ആരോഗ്യ മേഖല ആയതുകൊണ്ട് എല്ലാവർക്കും കുറേശ്ശെ അധികം കൊടുത്തിട്ട് കേരളത്തിന് 120.45 കോടി രൂപ അധികം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും പോരാ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പരിപൂർണമായി പരിഷ്കരിക്കണം എന്നുള്ളത് തന്നെയാണ് സത്യം. പക്ഷേ അത് എങ്ങനെ തീരുമാനിക്കണം? പ്രീ ബഡ്ജറ്റ് ഡിസ്കഷനിൽ, അതായത് ബഡ്ജറ്റിന് മുമ്പുള്ള ചർച്ചയിൽ സംസ്ഥാനങ്ങളും കേന്ദ്രവും ഇരുന്ന് ഇതിൻ്റെ രൂപവും ഭാവവും മാറ്റാനുള്ള ചർച്ച അന്നേരമാണ് നടക്കേണ്ടത്. എന്ന് വെച്ചാൽ ഡിസംബർ ജനുവരി മാസങ്ങളിൽ നടക്കണം. ഫെബ്രുവരി 1 ബഡ്ജറ്റാണ്. അപ്പോൾ ആ സമയത്ത് ഇത് അവതരിപ്പിച്ച് ഇനി സംസ്ഥാനം ഇപ്പോൾ ഞങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇവർക്ക് വേതന വർധനവ് കൊടുക്കാമെന്ന്. ആ വിഷയം അവിടെ അവതരിപ്പിക്കാമല്ലോ. നിലവിൽ ഞങ്ങളുടെ സംസ്ഥാനത്ത് ഇത്ര രൂപ വെച്ച് കാര്യങ്ങൾ നടക്കില്ല, ആളുകൾക്ക് ജീവിത ചെലവ് കൂടുതലാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അത് ഒറ്റയ്ക്കായിട്ടും കൂട്ടത്തോടും ചെയ്യാമല്ലോ. ഇപ്പോൾ GST കൗൺസിലിൽ എല്ലാ തീരുമാനവും ഇന്നുവരെ ഐക്യകണ്ഠേനയല്ലേ? GST കൗൺസിലിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒറ്റക്കെട്ടായി നിന്ന് തീരുമാനം എടുക്കുന്നുണ്ടല്ലോ. ഈ നിമിഷം വരെ ഏതെങ്കിലും ഒരു തീരുമാനം ഭൂരിപക്ഷ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്തിട്ടുണ്ടോ?
BJP ഭരിക്കുന്ന സംസ്ഥാനത്തിലെ മന്ത്രിമാരും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തിലെ മന്ത്രിമാരും BJPയുമായി ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ വൈരാഗ്യം കാണിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തെ മന്ത്രിയും കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന കേരളത്തിലെ മന്ത്രി എല്ലാവരും ഇരുന്നിട്ടല്ലേ GSTയിൽ ഐക്യകണ്ഠേന തീരുമാനിക്കുന്നത്. അതുപോലെ നാഷണൽ ഹെൽത്ത് മിഷന്റെ കാര്യത്തിലും സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ഒരുമിച്ചിരുന്ന് തീരുമാനിക്കണം. പക്ഷേ പ്രശ്നം ഇതിൻ്റെ പദ്ധതി വിഹിതം കൂട്ടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, രണ്ടു കൂട്ടർക്കും ബാധ്യത വരും. അത് താങ്ങാനുള്ള ശേഷി സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെ ഉയർത്തി കാലോചിതമായി പരിഷ്കരിക്കണം. കാരണം എന്താണ്, ഇത് നമ്മുടെ രാജ്യത്തിന്റെ ആരോഗ്യത്തിന്റെ പ്രശ്നമാണ്. വരും തലമുറയുടെ ആരോഗ്യമുള്ള ഭാരതം. ഫിക്സഡ് ഇൻസെന്റീവിനും വേരിയബിൾ ഇൻസെന്റീവിനും ആണല്ലോ ഇപ്പോൾ ഈ പറഞ്ഞ 60-40 അനുപാതമുള്ളത്. ബാക്കി ഇപ്പോൾ കർണാടക കൊടുക്കുന്നത്, കേരളം കൊടുക്കുന്നത്, കേരളത്തിന്റെ 7000 ഓണറേറിയം എന്ന് പറയുന്നത് കേരളം മാത്രം കൊടുക്കുന്നതാണ്. കർണാടക ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന 10000 എന്ന് പറയുന്നത് ഈ ഇൻസെന്റീവ് കൂടാതെ അവർ മാത്രമായി കൊടുക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ സംസ്ഥാനങ്ങൾ അത്രയും ബേർഡൻ വഹിക്കുമ്പോൾ കേന്ദ്രം മൊത്തം സ്കീം ഈ 60-40 എന്നുള്ള നിലയിലായാൽ സംസ്ഥാനങ്ങൾ അത്ര വഹിച്ചാൽ പോരെ? അല്ല അഭിലാഷേ, കോവിഡ് വന്നപ്പോൾ വാക്സിൻ നമ്മുടെ അങ്കണവാടിയിൽ എത്തിച്ചു കൊടുത്തത്, നമ്മുടെ ആശുപത്രിയിൽ എത്തിച്ചു കൊടുത്തത്, അതായത് അത് കണ്ടെത്തി നിർമ്മിച്ച് അതിന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിർമ്മിച്ചതിന് അവിടെ പൈസ കൊടുത്ത് പാറ്റൻറ്റ് വാങ്ങാൻ SSIക്ക് മുൻകൂട്ടി 3500 കോടി രൂപ കൊടുത്തത്, കോവാക്സിൻ ഉണ്ടാക്കിയ ഭാരത് ബയോടെക്കിന് മുൻകൂട്ടി 2500 കോടി രൂപ കൊടുത്തത്, അവരെയൊക്കെ പണം കൊടുത്ത് സഹായിച്ച് വാക്സിൻ നിർമ്മിക്കാൻ പ്രാപ്തരാക്കി. അത് നിർമ്മിച്ച വാക്സിൻ പണം കൊടുത്ത് വാങ്ങി വിമാനങ്ങളിൽ അതാത് സംസ്ഥാനങ്ങളിൽ എത്തിച്ചു കൊടുത്തത് കേന്ദ്രമല്ലേ? ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലേ? ശമ്പളം മാത്രം കൊടുക്കുന്ന ഒരു പണിയാണോ ഇത്? എത്ര കോടാനുകോടി രൂപയുടെ എത്ര വാക്സിനേഷൻ വേണം? യൂണിവേഴ്സൽ ആക്കിയത്, എല്ലാവർക്കും സൗജന്യമാക്കിയത് സുപ്രീം കോടതി ഖണ്ഡിതമായി ഇടപെട്ടതുകൊണ്ടാണ് കേട്ടോ. താങ്കളത് മറന്നുപോകരുത്. സുപ്രീം കോടതി ഉത്തരവാണ്. അല്ല ചെലവില്ലേ? ഈ 37,222.96 കോടി എന്ന് പറഞ്ഞാൽ അതിൽ എത്ര ശതമാനം ഉണ്ടാവും ശമ്പളത്തിന്? ബാക്കി ഇതിന് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലേ? ഇതിന് ആശുപത്രികളിലേക്ക് ഉപകരണങ്ങൾ വാങ്ങാൻ പൈസ കൊടുക്കുന്നത് കേന്ദ്രം, മരുന്നുകൾ വാങ്ങാൻ പൈസ കൊടുക്കുന്നത് കേന്ദ്രം. അതായത് അതിൻ്റെയൊക്കെ 60%. ഞാൻ മുഴുവൻ കൊടുക്കുന്നു എന്ന് അവകാശപ്പെടുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. അപ്പം മൊത്തം ഔട്ട്ലേ ഇൻക്രീസ് ചെയ്യണം. ഞാൻ ആ കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇൻക്രീസ് ചെയ്യണം, വർദ്ധിപ്പിക്കണം. പക്ഷേ എല്ലാവരും ബാധ്യത 0.5% താഴെയാണ് ഹെൽത്തിന് മാറ്റിവെച്ചിരിക്കുന്ന അലോക്കേഷൻ എന്ന കാര്യം കൂടി നമ്മൾ പരിഗണിക്കണം. മൊത്തം GDPയുടെ 0.5%, 0.49% മാത്രമാണ് ആരോഗ്യ മേഖലയ്ക്ക് നീക്കിവെക്കാൻ കഴിയുന്നത് ഈ രാജ്യത്തിന് എന്ന കാര്യം കൂടിയുണ്ട്. വികസിത രാജ്യങ്ങളിലൊക്കെ അത് 4, 5, 6 അതിൽ കൂടുതലോ ഒക്കെ ശതമാനമാണ്. അല്ല 30 ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റാണ് നമ്മുടെ ബഡ്ജറ്റ്. ഏതാണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ 37,000 കോടി രൂപ എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ തുകയാണ്. പക്ഷേ അത് വർദ്ധിപ്പിക്കണം. നമ്മുടെ രാജ്യത്ത് ജനസംഖ്യാ വർദ്ധവിനനുസരിച്ച് നമ്മളെ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, പുതിയ വൈറസുകൾ, പുതിയ രോഗങ്ങൾക്ക് അനുസരിച്ച് വർദ്ധിപ്പിക്കണം. വർദ്ധിപ്പിക്കുമ്പോൾ കേന്ദ്രം മാത്രം വർദ്ധിപ്പിച്ചാൽ പോരാ, സംസ്ഥാനങ്ങൾ വർദ്ധിപ്പിക്കണം. ഇതാണ് അതിന്റെ വിഷയം. ഇത് രണ്ടു കൂട്ടരും കൂടി ഒറ്റക്കെട്ടായി തീരുമാനിക്കേണ്ട വിഷയമാണ്. ഇതിന് രാഷ്ട്രീയം വേണ്ട. ഞങ്ങൾ പറയുന്നത് ഇവർ കേന്ദ്രത്തോടും കൂടി. ശരി, ഓക്കെ. ഇവിടെ കേന്ദ്ര സർക്കാർ പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കുന്നില്ല എല്ലാ കൊല്ലവും. ആ പൈസ എങ്ങോട്ടാ പോകുന്നത്? ഇതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കല്ലേ? ഇത് എല്ലാ വർഷവും പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കുകയാണ്. അല്ല, അലോക്കേഷൻ നമ്പറിൽ കൂടുന്നുണ്ടാവും, പെർസെൻറ്റേജിൽ എത്ര എന്നുള്ളതാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്. ശ്രീ VPP മുസ്തഫ, ഇപ്പം വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യം. ആശാ വർക്കർമാർ സമരം ചെയ്തു കർണാടകയിൽ. 5000 രൂപയായിരുന്നു അവിടെ ആ സംസ്ഥാനം കൊടുത്തിരുന്ന ഓണറേറിയം. ആശാ വർക്കർമാർ സമരം ചെയ്തപ്പോൾ അവരെ തീവ്രവാദികളെന്നോ ജമാഅത്തെ ഇസ്ലാമിന്നോ പോപ്പുലർ ഫ്രണ്ട് എന്നോ പാട്ടബെർക്കികളോ ഒന്നും വിളിക്കാൻ പോയില്ല. സമരം ചെയ്തപ്പോൾ അവരുടെ ഈ ഓണറേറിയം 10000 രൂപയാക്കും. അത് ഏപ്രിൽ 1-ാം തീയതി മുതൽ കൊടുക്കും എന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. ഇവിടെ നമ്മുടെ ജീവിത നിലവാര സൂചികയെക്കുറിച്ചും ഈ ആശാ വർക്കർമാരുടെ കഷ്ടപ്പാടിനെ കുറിച്ചും അവർ സ്റ്റേറ്റ് സ്പെസിഫിക് ആയ സംസ്ഥാനത്തിന്റെ പദ്ധതികളിൽ എടുക്കുന്ന എഫർട്ടിനെ കുറിച്ചും ഒക്കെ താങ്കൾക്കും തർക്കമില്ല. ഇപ്പോൾ 7000 രൂപ കൊടുക്കുന്ന സർക്കാർ പോട്ടെ, ഈ മിനിമം കൂലി ഉറപ്പുവരുത്തുക എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. 7000 കൊടുക്കുന്ന ഓണറേറിയം ഞങ്ങൾ ഇനി മുതൽ 12000 ആക്കുമെന്നെങ്കിലും പ്രഖ്യാപിക്കാമല്ലോ. ഒരുപാട് പേരൊന്നുമില്ലല്ലോ. 26,448 ആശാ വർക്കർമാരാണ് ഈ രാജ്യത്തുള്ളത്, ഈ സംസ്ഥാനത്തുള്ളത്. ഞാൻ ജീവിക്കുന്ന വാർഡിലെ ആശ അസിത മോഹനൻ എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ളതാണ്.
അവരുടെ ഭർത്താവ് പെയിൻറ്റിങ് തൊഴിലാളിയാണ് മോഹനൻ. അവർ ആ നിലയിൽ ഭാര്യയും ഭർത്താവും കൂടി അവർക്കാകാവുന്ന ഈ തൊഴിലൊക്കെ ചെയ്ത് മാന്യമായ ജീവിതം നയിക്കുന്നവരാണ്. ഞങ്ങൾ നേരത്തെ അറിയുന്നവർ തന്നെയാണ്. അതുകൊണ്ട് അവരുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ സങ്കടങ്ങളെക്കുറിച്ചും അവരുടെ ജീവിതത്തിലെ സന്തോഷങ്ങളെക്കുറിച്ചും അറിയുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അങ്ങനെ അന്യമായിട്ട് നിൽക്കുന്ന ഒരാളൊന്നുമല്ല. ഇവരെയൊക്കെ നേരിട്ട് കാണുകയും എത്രയോ വർഷമായിട്ട് എൻ്റെ വീട്ടിലൊക്കെ വരികയും പരിചയപ്പെടുകയും ഞാൻ അവരുടെ വീട്ടിൽ പോവുകയും ഒക്കെ ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊന്നും ഇങ്ങനെ ഒരു സ്വപ്നലോകത്തിലൊന്നും നിൽക്കുന്ന ആളുകളല്ല. പക്ഷേ ഇത് എത്രമാത്രം സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് അഭിലാഷേ, ഈ ചർച്ചയുടെ കഴിഞ്ഞ ഏതാനും മിനിറ്റുകൾ നിങ്ങൾ നോക്ക്. രാജു പി നായരും അതുപോലെ മിനിയും പറഞ്ഞു വെക്കുന്നത് എന്താ, VG ശ്രീ പത്മനാഭൻ പറഞ്ഞു വെക്കുന്നത് എന്താ, ഇവർക്കെല്ലാം LDF ഭരണം മഹാമോശം, കേരളം നമ്പർ 1 അല്ല, ഇവിടെ എല്ലാം തകർന്നിരിക്കുകയാണ്. ഇപ്പോൾ രാജു പി നായരാണെങ്കിൽ ഞങ്ങളെ സോഷ്യലിസം പഠിപ്പിക്കാനും കൂടി വന്നിരിക്കുക. ആഗോളവൽക്കരണ നയമൊന്നും അല്ല ശരി, നിങ്ങളുടെ സോഷ്യലിസം തന്നെയാണ് ശരി. മൻമോഹൻ സിംഗിനെയൊക്കെ അദ്ദേഹം തള്ളി പറഞ്ഞിരിക്കുകയാണ്. പഴയ നെഹ്റുവിയൻ സോഷ്യലിസത്തിലേക്ക് തിരിച്ചു പോകണം എന്നൊക്കെയുള്ള നല്ല സ്റ്റഡി ക്ലാസ് ആണല്ലോ രാജു പി നായർ എടുത്തത്. നല്ലത്. പക്ഷെ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ ആരോഗ്യ മേഖലയിൽ താങ്കൾ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ കൂടുതൽ നിക്ഷേപം വരുത്തിയിട്ട് കൂടുതൽ ധനവിഹിതം ഉണ്ടാക്കി സർക്കാർ ചെയ്യേണ്ടതല്ലേ? അതിനു പകരം ഇതെല്ലാം ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് സ്കീം വർക്കേഴ്സായിട്ട് ഒരു തൊഴിലുറപ്പ്, ഇവരെ തൊഴിലാളി എന്ന് വിളിക്കുന്നുണ്ടോ? തൊഴിലാളി എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെയല്ലാതെ നിങ്ങൾ 2005 അന്നത്തെ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ഈ വടിവത്ത വാചകത്തിൽ തൊഴിലാളി, ഫ്യൂഡലിസം, കമ്മ്യൂണിസം എന്നൊക്കെ പറയുമ്പോൾ പ്രശ്നം എന്താണെന്നറിയോ? ഇതേ കാറ്റഗറിയിൽ, അതായത് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്ന അതേ കാറ്റഗറിയിൽ നിൽക്കുമ്പോൾ തന്നെ ആന്ധ്രാപ്രദേശ് ഇതേ ആശമാർക്ക് ഗ്രാറ്റുവിറ്റി പ്രഖ്യാപിച്ചു, അതുപോലെ തന്നെ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിച്ചു. പശ്ചിമ ബംഗാൾ വിരമിക്കൽ ആനുകൂല്യം കൊടുക്കുന്നു. അപ്പോ തൊഴിലാളി എന്നുള്ള വിശേഷണമൊന്നുമില്ലാതെ ഇതേ ആശമാർക്ക് ഇവിടെയും കൊടുക്കാന്നേ. അത് നിങ്ങള് ഈ പ്രഖ്യാപനങ്ങൾ ആർക്ക് വേണമെങ്കിലും നടത്താം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം കേരളത്തിന്റെ ധനകാര്യ മന്ത്രി ബാലഗോപാൽ ഇത്തവണത്തെ ബജറ്റ് കഴിഞ്ഞിട്ട് നടത്തിയ പ്രസ്താവന ഉദ്ധരിച്ചത്. പ്രഖ്യാപനങ്ങൾ നടത്താം, പക്ഷെ ഇടതുപക്ഷത്തിനൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. പറയുന്ന പ്രഖ്യാപനം നടപ്പിലാക്കണം. വെറുതെ ഒരു വായ്ത്താരിയായിട്ട് പ്രസംഗിക്കാനുള്ളതല്ല, കൊടുക്കാൻ കഴിയണം. നിങ്ങൾ പറഞ്ഞല്ലോ കർണാടകം 10,000 എപ്പോഴാ? കർണാടക ഇപ്പൊ 10,000 ആക്കി ഏപ്രിൽ മുതൽ കൊടുക്കും. 2025 ജനുവരിയില, 2023 ഡിസംബറിൽ കേരളത്തിൽ കൊടുക്കാൻ തുടങ്ങി. ഇപ്പൊ തന്നെ താങ്കൾ നേരത്തെ പറഞ്ഞ കണക്ക് 22,000-ഓളം ആളുകൾ ഈ കഴിഞ്ഞ മാസങ്ങളിൽ കേരളത്തിൽ 10,000 രൂപയിൽ മേലെ വാങ്ങിച്ചില്ലേ? 10,000 രൂപയുടെ മേലെ കേരളത്തിൽ വാങ്ങിച്ചല്ലോ. ഈ ആകെ 26,000 ആളാ. അതിൽ 10,000-ലധികം ആളുകൾ ഈ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം 10,000 രൂപയിൽ കൂടുതൽ കേരളത്തിൽ വാങ്ങിക്കുകയാണ്. കർണാടകത്തിൽ കിട്ടിയോ ഇതുവരെ? ഇപ്പോ ഒരു ഉത്തരവ് ഇറക്കിയതേയുള്ളൂ, ഇപ്പോഴും കൊടുത്തു തുടങ്ങിയിട്ടില്ല. നിങ്ങളിത് കാണണം. കൊടുത്തു തുടങ്ങിയ ഒരു സംസ്ഥാനത്തെ 10,000 രൂപ ഏപ്രിൽ മുതൽ കൊടുത്തു തുടങ്ങല്. പശ്ചിമ ബംഗാൾ 4/7/2024 ഉത്തരവ് പുറപ്പെടുവിച്ചു. സർക്കാർ ഉത്തരവാണ്. ആ ഉത്തരവ് വേണമെങ്കിൽ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വേണമെങ്കിൽ പിന്നീട് അയച്ചു തരാം. അതായത് ഇപ്പോ ഉള്ള അതേ കാറ്റഗറി എന്നുള്ള നിലയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ വിരമിക്കൽ ആനുകൂല്യം കൊടുക്കാൻ പറ്റും, ഗ്രാറ്റുവിറ്റി കൊടുക്കാൻ പറ്റും, മറ്റ് പെൻഷൻ കൊടുക്കാൻ പറ്റും, എല്ലാം കൊടുക്കാൻ പറ്റും എന്ന് മാത്രമല്ല ഇതേ ആവശ്യമാണ് ശ്രീ VPP മുസ്തഫ, ഈ പറഞ്ഞ ഇതേ ആവശ്യം തന്നെയാണ് CITU ഉയർത്തുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ന്യായങ്ങളൊന്നും അവർക്ക് ബാധകമല്ലേ? അല്ല, അതിന് അഭിലാഷെ ഒരു തർക്കവുമില്ലല്ലോ. നേരത്തെ താങ്കൾ ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ ആഗ്രഹമാണത്, കൊടുക്കണമെന്നത് തന്നെയാണ് നിലപാട്. പക്ഷെ ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞല്ലോ, ഇതാ കേന്ദ്രം നിങ്ങൾ പറഞ്ഞാൽ മതി കേന്ദ്രം തരുമെന്ന്. ഇത് തന്നെ നിങ്ങൾ നോക്കി. പ്രീ ബഡ്ജറ്റ് ഡിസ്കഷനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ. ഫെബ്രുവരി 1 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിന് മുന്നോടിയായിട്ട് കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിൽ പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻ നടന്നപ്പോൾ 12 ആവശ്യങ്ങളാണ് കേരളത്തിലെ സ്കീം വർക്കേഴ്സിനെ സംബന്ധിച്ച് LDF ഗവൺമെന്റ് കൊടുത്തത്. അതിലൊന്ന് ആശമാരുടെ പ്രശ്നമാണ്, ഇൻസെന്റീവ് ഉയർത്തണം. സെപ്റ്റംബർ 12-ാം തീയതി മന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കണ്ടിട്ട് ആശമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം, പരിഗണിച്ചോ? ഈ ബഡ്ജറ്റിൽ വന്നില്ലല്ലോ. ഇനി വയനാട് നമ്മുടെ ദുരന്തം, എത്ര അപേക്ഷകൾ കൊടുത്തു, എത്ര കണക്കുകൾ കേന്ദ്രം അവഗണിക്കുന്നു. കണ്ടില്ലേ? ഒരു ഉറപ്പിക തന്നോ?
ശരി. നിങ്ങൾ പറ, ഇതാണ് ശരി, എനിക്കൊരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീമതി മിനി, ഇവിടെ ഇപ്പോൾ സർക്കാരിൻ്റെതായ ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്. ഈ സമരം ഒരു പരിസമാപ്തിയിൽ എത്തുക എന്നുള്ളത് പ്രധാനമാണല്ലോ. ഉന്നയിക്കുന്ന ആവശ്യം ഈ മിനിമം കൂലിക്ക് സമാനമായ മന്ത്ലി പണം എന്നുള്ളത് ന്യായമാണ്. പക്ഷേ ഗവൺമെൻറ് അത്ര അധികം പണം ഇപ്പോൾ തരാനുള്ള അവസ്ഥയിലാണോ എന്നറിയില്ല. എവിടെയാണ് ഒരു മീറ്റിംഗ് പോയിന്റ്, ഒരു ചർച്ച നടന്നു കഴിഞ്ഞാൽ എവിടെ ഉണ്ടാവും? മീറ്റിംഗ് പോയിന്റ് നിശ്ചയിക്കേണ്ടത് ഗവൺമെൻറ്റാണ്. 232 രൂപയിൽ മാനദണ്ഡങ്ങൾ കഴിച്ചാൽ എത്ര രൂപയാണ് ഉണ്ടാകുന്നത്? അത് മുസ്തഫ സാർ കൊണ്ട് പറയുന്ന നന്നായിരിക്കും. അതിന് 10 മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ മാനദണ്ഡത്തിനും 700 രൂപ വെച്ച്. അപ്പോഴറിയാം 7000 രൂപ കിട്ടുന്ന ആളുകൾ വളരെ തുച്ഛമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അതുകൊണ്ടാണ് ആശാ വർക്കറോടൊന്ന് ചോദിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചത്. അതൊരു വശം. അപ്പോൾ വളരെ തുച്ഛമായ തുകയ്ക്ക് ഒരു 100 രൂപയെങ്കിലും മിനിമം വണ്ടിക്കൂലിയാവും. ആ വണ്ടിക്കൂലി കഴിഞ്ഞിട്ട് ഒരു നാരങ്ങ വെള്ളം കുടിച്ചാൽ, ഭക്ഷണം കഴിച്ചാൽ ഒരു ദിവസം 10 75 അല്ലെങ്കിൽ പരമാവധി 100 രൂപ നിങ്ങൾ നിശ്ചയിക്കുക. ഈ 100 രൂപയ്ക്ക് എങ്ങനെയാണ് ഒരു കുടുംബം എഴുതുന്നത്? അപ്പോൾ കേരളം അഡ്രസ്സ് ചെയ്യേണ്ടുന്നത് 26,000 സ്ത്രീ തൊഴിലാളികൾ എത്ര രൂപയ്ക്ക് ഇവിടെ ജീവിക്കണം എന്ന് കേരള ഗവൺമെൻറ് തീരുമാനിക്കണം. ഇപ്പോൾ ഉള്ള 232 രൂപ അപര്യാപ്തമാണെന്നുള്ളത് ഏതൊരാൾക്കും മനസ്സിലാവും. അപ്പോൾ അത് നിശ്ചയിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഒരു ചർച്ച വേണ്ടേ? അതിന് പകരം ആക്ഷേപിക്കലാണോ? ഗവൺമെൻറ് അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളെ വിട്ട് സമരത്തെ ആക്ഷേപിച്ച് ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതൊരു ശരിയായൊരു മാർഗ്ഗമല്ല. 23-ാം ദിവസം സമരം നടക്കുമ്പോഴും ഞങ്ങൾ ചർച്ചയില്ലെന്ന് പറയാം. ഈ ഇപ്പോൾ ഇരിക്കുന്ന ഗവൺമെൻറ് സമരം ചെയ്യാത്ത ആളുകളാണോ? ഈ UDF ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാ ദിവസവും സമരമായിരുന്നില്ലേ? അപ്പോൾ അതൊക്കെ അന്യായമായിരുന്നെന്ന് പറയുമോ? സമരം ചെയ്യുന്ന ആളുകളെ അധിക്ഷേപിക്കുമായിരുന്നോ? അല്ലെങ്കിൽ ആക്ഷേപിക്കുമായിരുന്നോ? സ്ത്രീകളെ മോശക്കാരാക്കുമായിരുന്നോ? അപ്പോൾ വേണ്ടുന്നത് ഈ ആളുകൾ മനുഷ്യരാണെന്ന് പരിഗണിക്കുക എന്നുള്ളതാണ്. ഒരു ഇടതുപക്ഷമാണെങ്കിൽ മനുഷ്യരാണെന്ന് പരിഗണിച്ചുകൊണ്ട്, മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്ര ഇടം വരെ തരാൻ പറ്റും, സർക്കാരിൻ്റെ ഖജനാവിൻ്റെ സ്ഥിതി വെച്ചുകൊണ്ട്, ഇപ്പോൾ വന്നിരിക്കുന്ന സാമ്പത്തിക പരിമിതി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏതിടം വരെ തരാൻ പറ്റും എന്നൊരു ചർച്ച ചെയ്യുന്നതിന് പകരം ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും അവിടെ നിന്ന് ഓടിച്ചു വിടാനൊക്കെ ശ്രമിക്കുകയും ചെയ്യുന്നത് ഭൂഷണമല്ലെന്നേ പറയാനുള്ളൂ. ശരി, എന്തായാലും സർക്കാർ ഏറ്റവും അവസാനത്തെ ആ പോയിന്റിൽ പറഞ്ഞതിൽ സർക്കാർ ഒരു ചർച്ചയ്ക്ക് തയ്യാറാവണം. അങ്ങനെയാണ് എല്ലാ ജനാധിപത്യ സർക്കാരുകളും ചെയ്യാറുള്ളത്. ഇതേമാതിരി സമരം ജനുവരി മാസത്തിൽ കർണാടകയിൽ നടന്നപ്പോൾ അവിടെ ചർച്ചയ്ക്ക് തയ്യാറായി. സർക്കാർ ഒരു ചർച്ചയ്ക്ക് തയ്യാറായി. ആ ചർച്ചയിൽ ഒരു മീറ്റിംഗ് പോയിന്റ് ഉണ്ടാവേണ്ടതാണ്. എന്താണ് പെട്ടെന്ന് പറഞ്ഞു? സമയമില്ല, ഒരു ഒറ്റ വാചകം. അഭിലാഷ് 1-2 കാര്യങ്ങൾക്ക് മറുപടി വേണം. അതിനുള്ള സമയമില്ല. സോഷ്യലിസം പഠിപ്പിക്കല്ല. സോഷ്യലിസം പഠിപ്പിക്കല്ല. നിങ്ങൾ പഠിപ്പിക്കേണ്ടത് വർഗരാഷ്ട്രീയമായിട്ട് പഠിപ്പിക്കേണ്ട അവസ്ഥയിലാണ്. എങ്ങനെ 23 ദിവസമായി സമരമാണ്. അപ്പൊ ഈ ആനുകൂല്യം കൊടുക്കണം, കൂലി വർദ്ധിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ ഈ രാജ്യത്തെ, ഈ നാട്ടിലെ ഒരാൾക്ക് പോലും ഒരു തർക്കവും ഇല്ലാതെ എങ്ങനെ ഏത് എന്നൊക്കെയുള്ളതാണ് വിഷയം. എന്തായാലും ഇപ്പോ ഈ പറഞ്ഞ 21,000 എന്ന ഡിമാൻഡ് അംഗീകരിച്ചില്ലെങ്കിലും ഒരു ചർച്ചയ്ക്കിരുന്ന് എത്ര ഉയർത്താൻ പറ്റും എന്നുള്ള നിലയിലുള്ള പോസിറ്റീവായ ചർച്ച നടത്തുകയും ആ സമരത്തെ അഭിസംബോധന ചെയ്യുക എന്നുള്ളതാണ് പ്രാഥമികമായ കാര്യമെന്ന് ഓർമ്മിച്ചുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കാൻ ശ്രീ രാജു പിന്നാർ സമയമില്ലാത്തതുകൊണ്ടാണ്. വളരെ നന്ദി എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.